ഒരു ഇമാമായ ഇമാം മാതുരിദിയുടെ ഒക്കെ നാടാണ് ഉസ്ബെക്കിസ്ഥാൻ എന്നുകൂടി ഈ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഏതായാലും ഇപ്പൊ മറ്റു വിഷയങ്ങളൊന്നും ഇപ്പൊ ചോദിക്കാൻ ആരുമില്ല. ഇപ്പൊ ഇങ്ങനെ അദ്ദേഹം ഒരു ചരിത്രപരമായ ഒരു വിഷയം ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ. സ്റ്റാർ വഫ നിങ്ങൾ കേട്ടില്ല, സംഗതി മനസ്സിലായോ? ചോദ്യകർത്താവ് സ്റ്റാർ വഫ, ഓക്കെ ഓക്കെ ഓക്കെ, അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്, മാഷാ അല്ലാഹ്. പിന്നെ മുനീർ കൊരല അടിയാടൻ, കൊരലടഞ്ഞോ? നിങ്ങൾക്ക് മൈക്ക് എടുക്കാലോ, കൊരലടഞ്ഞിട്ടില്ലെങ്കിൽ മൈക്ക് എടുക്കാം. ടെസ്റ്റിനെ ഡോട്ട് കാണുള്ളൂ. മൈക്ക് എടുക്കാണ്ട, ഓക്കെ, ഞാൻ മൈക്ക് കിട്ടും. അദ്ദേഹം മൈക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല, അദ്ദേഹം ഇവിടെ എന്തെങ്കിലും മോശമായ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇനി അക്കാരണത്താൽ അഡ്മിന്മാരാരെങ്കിലും അദ്ദേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു അടയാളം കൊടുത്തതാണ്. അല്ലാതെ അദ്ദേഹത്തിന് മൈക്ക് എടുക്കുന്നതിന് തടസ്സമില്ല എന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരെ ശ്രോതാക്കളെ അറിയിക്കുന്നു. മുനീറിന് അദ്ദേഹത്തിന് മൈക്ക് എടുക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ചോദ്യം ചോദിക്കുന്നതിനോ വിമർശിക്കുന്നതിനോ ഒന്നും അല്ല. ഇന്നലെ കിട്ടിയതല്ല, ഇന്ന് കിട്ടിയത് തന്നെയാണ്. ഇന്ന് കിട്ടിയതാണ്, ഇന്നലെ കൊടുത്തതല്ല. അബ്ദുരിങ്ങല്ലൂർ ഇന്ന് കുറച്ച് നേരത്തെ ഞാൻ കണ്ടത്. ഞാനിപ്പോൾ റൂമിലേക്ക് വരുന്ന സമയത്താണ്, റൂമിലേക്ക് എത്തുമ്പോഴാണ് എന്ത് ചെയ്യണത്. അത് കൊടുത്തത് ആരെയൊന്നും എനിക്ക് ഓർമ്മയില്ല, ആരോ ഒന്ന് കൊടുത്തതാണ്. അത് പന്മൾ ഉസ്താദിനെ കുറിച്ച് എന്തോ ഒന്ന് മോശമായിട്ട് എന്തോ ഒന്ന് അടിച്ചതാണ് തോന്നുന്നുണ്ട്. അപ്പോഴാണ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും കൂത്താട്ടുപാറ മൈക്ക് എടുത്തോളൂ, ഞാൻ മൈക്ക് കൂട്ടും. ഈ ഇബാദത്തായ ദ്വാ ഇബാദത്തല്ലാത്ത ദ്വാ, അങ്ങനെ രണ്ട് ദ്വാ ഉണ്ടോ? അത് രണ്ടുള്ള വ്യത്യാസം എന്താണ്? അതൊരു നല്ല ചോദ്യമാണ്, നല്ല ചോദ്യമാണ് അല്ലേ? അൽഹംദുലില്ലാ, കൂത്താട്ടുപാറ കൂത്താട്ടുപാറ ചോദിച്ചൊരു നല്ല പ്രസക്തമായൊരു ചോദ്യമാണ്. എല്ലാ സാധാരണക്കാരായ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കുട്ടാട്ടുപാറ ആയിക്കോട്ടെ, കുഴപ്പമില്ല. കുട്ടാട്ടായാലും ഒക്കെ ഏറെക്കുറെ അടുത്തടുത്താണല്ലോ ഉസ്താദെ. പിന്നെ അത് ശരിയേ, അത് ഞാൻ അറിയില്ല. ശരി, ഓക്കെ ഓക്കെ. അല്ല, സക്കി ഉസ്താദ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ത് ചെയ്താണ്, തിരുത്തി തന്നാണ്. ജസാക്കല്ലാഹു ഖൈറ. കുട്ടാട്ടുപാറയാണ്. പിന്നെ അപ്പോ ഒരു അപേക്ഷ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. കുട്ടാട്ടുപാറ ശരിക്കും ശ്രദ്ധിക്കണം. ചോദ്യകർത്താക്കളും അല്ലാത്തവരും ശ്രദ്ധിക്കണം. ഒരു അപേക്ഷ, ഈ അപേക്ഷിക്കപ്പെടുന്നത് അഥവാ ആരോടാണോ അപേക്ഷിക്കുന്നത്, ആരോടാണോ ചോദിക്കുന്നത്, ആരോടാണോ ആവശ്യപ്പെടുന്നത്, ആരോടാണോ തേടുന്നത്, ആ തേടപ്പെടുന്ന ശക്തി, വ്യക്തി അല്ലെങ്കിൽ വസ്തു, ആ വസ്തുവിനെ സംബന്ധിച്ച് ഇയാളുടെ മനസ്സിലെ, ചോദിക്കുന്ന ആളുടെ മനസ്സിലെ വിശ്വാസമാണ് അത് ഇബാദത്താക്കുന്നതും ആരാധനയാക്കുന്നതും ആരാധന അല്ലാതാക്കി തീർക്കുന്നതും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒന്നും കൂടി പറയാം. ഒരു ചോദ്യം, ഒരപേക്ഷ, ഒരാവശ്യം, ഒരു തേട്ടം നടത്തുമ്പോൾ ആ തേടുന്ന വ്യക്തിയുടെ മനസ്സിൽ, അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ, അല്ലെങ്കിൽ ചോദിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ആരോടാണോ ചോദിക്കുന്നത്, ആരോടാണോ തേടുന്നത്, ആ തേടുന്ന വ്യക്തിയെ, ശക്തിയെ, വസ്തുവിനെ കുറിച്ച് ഇയാളുടെ മനസ്സിലുള്ള വിശ്വാസമാണ് അതിനെ ആരാധനയായ അപേക്ഷയാക്കുന്നതും ആരാധന അല്ലാത്തതാക്കുന്നതും. ഉദാഹരണം ഞാൻ പറയാ. ഇപ്പൊ ഞാന് പറയണം, അല്ലാ എനിക്ക് ഭക്ഷണം തരണേ, എനിക്ക് റിസ്ക് തരണേ, അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വേണം റബ്ബേ
എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഇതിനെക്കുറിച്ച് കുട്ടാട്ടുപാറ എന്താ പറയാ? നിങ്ങൾ അടിച്ചാൽ മതി. അല്ലെങ്കിൽ ശ്രോതാക്കൾ എന്താ പറയാ ഞാൻ ആ പറഞ്ഞതിനെ കുറിച്ച്? അള്ളാഹുവേ, എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് ഭക്ഷണം തരണേ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിനെ കുറിച്ച് എന്താന്നാ നിങ്ങൾ പറയാ? ശ്രോതാക്കളോടാണ് ചോദിക്കുന്നത്, കുട്ടാട്ടുപാറ അടക്കമുള്ള എല്ലാരോടും. പ്രാർത്ഥന എന്നുള്ളത് അപേക്ഷാന്നേ വരുന്നുള്ളൂ. അതൊരു ഇബാദത്തായ, ആരാധനയായ ഒരു അപേക്ഷയാണ്, ദുആയാണ്, അല്ലേ? ആരാധനയായ ഒരു ദുആയാണ്. അതെന്താ കാരണം? ഈ ചോദിക്കുന്ന എനിക്ക്, തേടുന്ന എനിക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു തആല ഇലാഹാണെന്നുള്ള വിശ്വാസമാണുള്ളത്. മനസ്സിലായോ? ദൈവമാണെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇനി അതേ ചോദ്യം തന്നെ എന്ത് ചെയ്തു? നമ്മൾ മറ്റൊരു സൃഷ്ടിയോട്, ഒരു വ്യക്തിയോട് പറഞ്ഞു, നമ്മളെ അമ്മ ആവട്ടെ, ഭാര്യ ആവട്ടെ, അല്ലെങ്കിൽ മറ്റാരോ ആവട്ടെ, എനിക്ക് വിശക്കണുണ്ട്, ഭക്ഷണം തരണം എന്ന് പറഞ്ഞു. അതേ വാക്ക്. പക്ഷേ ഇവിടെ അത് ആരാധനയാവുന്നില്ല. എന്താ കാരണം? അത് അടുത്തുള്ളതായതുകൊണ്ടാണോ? അല്ലല്ലല്ല. അത് നേരിൽ കാണുന്നത് കൊണ്ടാണോ? അല്ല. അടുത്തുള്ളതിനോട് ചോദിച്ചാൽ ആരാധനയാവുന്നില്ലെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചാലും ആരാധനയാവില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകണ്ട നിങ്ങൾക്ക്? കുട്ടാട്ടുപാറക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാകണ്ട? മനസ്സിലാകണുണ്ടെങ്കിൽ എസ് അടിക്കണ്ടിട്ടോ. മനസ്സിലാകാത്തവന് നോ തന്നെ അടിക്കണം. മനസ്സിലാകണുണ്ടെങ്കിൽ മാത്രം എസ് അടിച്ചാൽ മതി. ഇപ്പോ എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് ഭക്ഷണം തരണം, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് അള്ളാഹുവിനോടാകുമ്പോൾ അത് ദുആയാണ്. അള്ളാഹു അല്ല, ദൈവമാണെന്ന് വിശ്വസിക്കാത്ത മറ്റ് മനുഷ്യരോടോ മറ്റുള്ളവരോടോ ആണെങ്കിൽ അതൊരിക്കലും ആരാധനയല്ല. അപ്പോ ചിലപ്പോ ഇത് പറയുമ്പോ ചില മുജാഹിദുകളൊക്കെ, സാധുക്കൾ എന്ത് പറയും? അതെ, അത് അടുത്തുള്ള ആളോട് നേർക്കുനേരെ ചോദിച്ചതല്ലേ, അതുകൊണ്ടാണ് എന്ന് പറയും. അടുത്തുള്ള ആളോട് ചോദിച്ചാൽ ആ ചോദ്യം ആരാധനയാവുന്നില്ലെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചാൽ എന്താണെങ്കിലും ആരാധനയാവില്ല, അത് ഇബാദത്താവില്ല. കാരണം എന്താ സുഹൃത്തുക്കളെ നിങ്ങൾ പറയും? കാരണം എന്താ? ശ്രോതാക്കളടിക്കണം. നിങ്ങൾ കേൾക്കണവരടിക്കും. നിങ്ങളല്ല ഇപ്പൊ നിങ്ങളത് കേൾക്കണുണ്ടാ, സംഗതി മനസ്സിലാക്കണുണ്ടോ എന്നുള്ളത് എനിക്കും മനസ്സിലാവുള്ളൂ. എന്റെ ചോദ്യങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പോഴാണ് ചിലരൊക്കെ വാട്ടിട്ട് വരുന്നത്. ഉസ്താദ് അടിക്കല്ലേ അടിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇതൊക്കെ ഇതാവും, പിച്ചനാവും. ഇപ്പോ പിന്നെ ഏറ്റവും അടുത്തുള്ള ആളോട് ചോദിച്ചാൽ ആ ചോദ്യം ആരാധനയാവുന്നില്ല, അടുത്തുള്ള ആളോട് ചോദിച്ചാൽ ആരാധനയാവൂല എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ചോദിച്ചാൽ എന്താണെങ്കിലും ആരാധനയാവൂല, അത് അള്ളാഹ്ക്കുള്ള ആരാധനയാവൂല. എന്താ കാരണം എന്നാ ചോദിച്ചത്? എന്താ കാരണം എന്നാ ഞാൻ ചോദിക്കുന്നത്? ഒന്നടിക്കിയ സുഹൃത്തുക്കളെ, എന്താ കാരണം? അടുത്തുള്ളവരോട് ചോദിച്ചാല് അത് ആരാധനയാവുന്നില്ല എന്ന് മുജാഹിദ് പറയുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചാൽ എന്താണെങ്കിലും ആവില്ല. കാരണം എന്താ? അങ്ങനെ വരട്ടെ. അതന്നെ. ആരാണ്? ഞാൻ കുന്നപ്പള്ളി നിഹാൻ കുന്നപ്പള്ളി എന്ന് പറഞ്ഞ ആള് അത് അടിച്ചിരിക്കും. കണ്ടോ? ഏറ്റവും അടുത്തുള്ളത് ആരാ? ഏറ്റവും അടുത്തുള്ളവൻ ആരാണെന്നാ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു തആല. നമ്മളോട് ഏറ്റവും അടുത്തുള്ളവൻ ആരാണെന്നാ പറഞ്ഞ അല്ലാഹു തആല?
അതും അടിക്കാൻ വയ്യായിരിക്കും. അള്ളയാണെന്നല്ലേ പറഞ്ഞത്? ആ ഫൈനി ഖരീബ് എന്നല്ലേ? ഉദുഉനി അസ്തജിബ് ലക്കും. വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അതല്ലേ പറഞ്ഞുള്ളത്? എന്നെ സംബന്ധിച്ച് എന്റെ അടിമകൾ നബിയെ അങ്ങയോട് ചോദിച്ചാൽ അവരോട് പറഞ്ഞേക്കണം ഫഇന്നി ഖരീബ്, ഞാനതവിടെ അടുത്ത് തന്നെ ഉണ്ട്. മാത്രമല്ല ശബ്ദം ഉയർത്തി ദുആ ചെയ്തിരുന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദൂരമുള്ള ഒരു ദൈവത്തെ അല്ല വിളിക്കുന്നത്, പിന്നെയോ പതുക്കെ പറഞ്ഞാൽ തന്നെ അറിയും. നിങ്ങളെ കൂടെയുള്ള നിങ്ങളെ പതുക്കെ പറഞ്ഞാൽ തന്നെ അറിയുന്ന കേൾക്കുന്ന അള്ളാഹുവിനെയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് പതുക്കെ പറഞ്ഞാൽ മതി. അതിന്റെ പറയാൻ പാടില്ല എന്നുള്ളതല്ല കേട്ടോ, അത് വേറെ വിഷയം ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, അല്ലാഹു തആല ഒരു വ്യക്തിയോട് അവന്റെ വാഹനത്തിന്റെ കഴുത്തിനേക്കാൾ അടുത്തിരിക്കുന്നവനാണ്. അഥവാ ഒട്ടകപ്പുറത്ത് കയറിയ ഒരാളുടെ ഒട്ടകത്തിന്റെ കഴുത്തില്ല, ഇങ്ങനെ തല പൊക്കി നിൽക്കുമ്പോ ആ കഴുത്ത് എത്രത്തോളം അടുത്താണോ അതിനേക്കാൾ അടുത്തിട്ടാണെന്ത് അള്ളാഹു ഉള്ളത്. മനസ്സിലായോ? ഒരാളുടെ റാഹിലത്തിന്റെ ആളുടെ വാഹനത്തിന്റെ കഴുത്തിനേക്കാൾ അടുത്തിട്ടാണ്. അപ്പൊ ഒട്ടകപ്പുറത്തിരിക്കുന്ന ഒരാളോട് അയാൾ കയറിയ ഒട്ടകത്തിന്റെ കഴുത്തേറ്റ് എത്ര ദൂരം ഉണ്ടാവും സുഹൃത്തുക്കളെ? ഒട്ടകപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ കേറിയ ഒട്ടകത്തിന്റെ കഴുത്ത് അയാളുമായി എത്ര ദൂരം ഉണ്ടാവും എന്നാ ചോദിക്കണത്. അങ്ങനെ നിൽക്കുകയാണ്. രണ്ട് മീറ്ററോ? അത്രയൊന്നും ഉണ്ടാവില്ല. 2 ചാണ്. 2 ചാണിലൊക്കെ അധികം ഉണ്ടാവും വെക്കുക. 2 ചാണിനേക്കാളും അധികം ഉണ്ടാവും. സുന്നിക്കുട്ടി ഉസ്താദ് പറഞ്ഞ പോലെ കയ്യെത്തും ദൂരം എന്ന് പറയാ. കയ്യെത്തും ദൂരം എന്ന് പറയാ, അങ്ങനെ പറയാ. മനസ്സിലായില്ലേ? അപ്പൊ അല്ലാഹു തആല അതിനേക്കാൾ അടുത്തവനാണ്. അപ്പൊ അടുത്തുള്ളവനോട് ചോദിച്ചാൽ അത് ഇബാദത്താകില്ലെങ്കിൽ, അത് പ്രാർത്ഥനയാകില്ലെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചാൽ എന്താണെങ്കിലും ആവില്ല. കാരണം അള്ളാഹ് അടുത്താണെന്നാ പറഞ്ഞുള്ളത്. പിന്നെ ഇവിടൊക്കെ സംശയം വരൂട്ടാ, വഹാബിന്റെ അള്ളാഹ് ഒരു സ്ഥലത്ത് കുത്തിരിക്കുകയാണെന്ന്. അവിടെ ഒന്നും പറഞ്ഞത് ഇങ്ങനെ ഈ അല്ലാഹു തആല അവൻ ദാത്തിയായിട്ട് ഇങ്ങനെ ഇതിന്റെ അടുത്താണെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഇവര് അഥവാ പുത്തനാശയക്കാരായ ആളുകൾ, മുജാഹിദുകള്, അവരൊക്കെ നേർക്കുന്നേരെ ഒക്കെ ബാഹ്യമായി അർത്ഥം അങ്ങനെ തന്നെ മനസ്സിലാക്കണം, അങ്ങനെ ഉൾക്കൊള്ളണം എന്ന് വാദിക്കുന്ന പുത്തനാശയക്കാരുണ്ടല്ലോ. അപ്പൊ അവരുടെ നിലപാട് വെച്ചിട്ട് അല്ലാഹു തആല അതന്നെ ഒരാൾ ചോദിക്കുന്നത് മസ്ബൂത്ത് പറഞ്ഞേട്ടാ. അല്ലാഹു തആല അല്ല ഉസ്താദ് എന്ത് ചെയ്യണ്, മുജാഹിദിന്റെ ആശയത്തിലേക്ക് വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. മുജാഹിദിന്റെ ആശയത്തല്ലല്ലോ, മുജാഹിദിന്റെ ആശയത്തിന് എതിരല്ലേ മസ്ബൂത്തെ. മുജാഹിദ് പറഞ്ഞത് അർശിന്റെ മേലെ കുത്തിരിക്കുകയാണെന്നല്ലേ. മുജാഹിദിന്റെ അല്ല അർശുമ്മൽ ഇങ്ങനെ കുത്തിരിക്കുകയാണെന്നല്ലേ കാലം തൂക്കിട്ടിട്ട്. ഹദീസിലിപ്പോ പറഞ്ഞ എന്താ, നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് എന്നാ. എത്ര ദൂരം ഉള്ളൂ എന്നാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് വാഹനപ്പുറത്ത് ഒരു ഒട്ടകപ്പുറത്ത് കയറിയാൽ അയാളും അയാളുടെ ഒട്ടകത്തിന്റെ കഴുത്തും തമ്മിൽ എത്ര അകലുണ്ടോ അതിനേക്കാൾ അടുത്തിട്ടാണെന്നാ. മനസ്സിലായോ? അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ സുന്നിക്കുട്ടി സാഹിബിടെ അടിച്ച മാതിരി ഒരാൾ കൈ നീട്ടിയാൽ എത്തുന്ന ആ ദൂരത്തുണ്ട് എന്നാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആകാശത്താണ് എന്ന് പറഞ്ഞതും അരശിന്റെ മേലെയാണെന്നും പറഞ്ഞു പൊളിഞ്ഞില്ലേ? അപ്പോ ഇനി വേറെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ നിസ്കരിക്കുമ്പോ അയാളുടെ മുമ്പിലാണ് അല്ലാഹു. ഖിബല വജ്ഹിഹി, നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ അല്ലാഹ് ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ കണ്ട
അപ്പൊ നിങ്ങൾ പറഞ്ഞ മുജാഹിദിന്റെ ആശയം പൊളിഞ്ഞില്ലേ? ആകാശത്താന്ന് അറിഞ്ഞത്, അർശിന്റെ മേലെ നിറഞ്ഞു പൊളിഞ്ഞില്ലേ? അതെങ്ങനെയാണെങ്കിലും മുജാഹിദുകളുടെ ഈ പുതിയ ആശയം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ വിശ്വാസത്തിൽ വന്നിട്ടുള്ള മഹാ അപകടകരമായ വിശ്വാസം അടുത്ത കാലത്ത് കയറിക്കൂടിയതാണ് അവരുടെ വിശ്വാസത്തിൽ. പണ്ടതില്ല. അടുത്ത കാലത്തായിട്ട് മുജാഹിദുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിച്ചു വരുന്ന, വിശ്വസിക്കാൻ വേണ്ടി സാധാരണക്കാരെ പഠിപ്പിക്കുന്ന കുഫ്രിയത്തിലേക്ക്, കാഫിറാവാൻ കാരണമായി തീരുന്ന വളരെ അപകടകരമായ പിഴച്ച വിശ്വാസമാണ്. അള്ളാഹു താല അങ്ങനെ ഇരിക്കുകയാണ്, കാലം തീപ്പെട്ട് കത്തിട്ട് അർശിന്റെ മേലെ കുത്തിരിക്കുകയാണ്. ഇനി അവിടെ 4 ഇഞ്ച് സലാം ബാക്കിയുള്ളത്. പിന്നെ രാത്രി ഇങ്ങനെ എല്ലാ രാത്രിയിലും എന്ത് ചെയ്യും, പാതിരാവുമ്പോ 1-ാം ആകാശത്തേക്ക് ഇങ്ങോട്ട് മൂപ്പര് ഇറങ്ങി വരും എന്നൊക്കെയുള്ള വിശ്വാസം. മനസ്സിലായില്ലേ? ആ വിശ്വാസം അത് സാധാരണക്കാരായ ആളുകളെ വേഗം നരകത്തിലെത്തിക്കാൻ വേണ്ടി ഇബ്ലീസ് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരാശയമാണ്. ഇവരെ പദ്ധതി അതാണല്ലോ. ഇബ്ലീസിന്റെ പരിപാടി, പദ്ധതി അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ വഹാബി മൗദൂദികളുടെയൊക്കെ ലക്ഷ്യം. അതിനുവേണ്ടി ഈ മുജാഹിദുകൾക്ക് അടുത്ത കാലത്ത്, പണ്ടൊന്നുമില്ല, പണ്ട് മുജാഹിദിനതില്ല. പണ്ട് മുജാഹിദ് പറഞ്ഞ എന്താ, അങ്ങനെ വിശ്വസിച്ചാൽ അള്ളാഹുവിന് സ്ഥലമുണ്ടെന്നോ കാലമുണ്ടെന്നോ വിശ്വസിച്ചാൽ അത് അവൻ കാഫിറാവുന്ന വിശ്വാസമാണ്, അത് കുഫ്രിയത്ത്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ് എന്നാണ്. അതേസമയം ഇപ്പോ അങ്ങനെയല്ല. ഇപ്പോ അങ്ങനെ വിശ്വസിക്കണം എന്നാ. ആകാശത്ത് ഉണ്ട്, പിന്നെ അർശിന്റെ മേലെ കുത്തിരിക്കുകയാണ്. രാത്രി പാതിരായാല് പിന്നെന്ത് ചെയ്യും, 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ആര്? അള്ള ഇറങ്ങി വരേ. കണ്ടാ? അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോ നമ്മുടെ ഉസ്താദുമാര്, പണ്ഡിതന്മാര് സ്വാഭാവികമായും ചോദ്യം ചോദിച്ച്, എന്ത്, ഈ രാത്രിയുടെ അർദ്ധഭാഗം എന്നുള്ളത്, പകുതി എന്നുള്ളത് ഭൂമിയിൽ എപ്പോഴും ഉള്ള ഒരു സന്ദർഭമാണല്ലോ, അല്ലേ? അങ്ങനെ തന്നെയല്ലേ സുഹൃത്തുക്കളെ? ഉരുണ്ട ഭൂമിയാണല്ലോ, ഉരുണ്ട ഭൂമിയിലാണല്ലോ നമ്മളുള്ളത്. മനസ്സിലായോ? ഉരുണ്ട ഭൂമിയിലാണ് നമ്മളുള്ളത്. പക്ഷെ ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞാലും അത് വഹാബി ഈ ആശയം പൊളിയുന്നത് കൊണ്ട് ഉരുണ്ടതാണെന്ന് വിശ്വസിച്ചാൽ അത് പിന്നെ ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരും ഈ വഹാബി പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അത് ഞാൻ സാന്ദർഭികമായി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അതേസമയം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഹിജറ 606 വഫാത്തായ മഹാനാണ് ഇമാം ഫഖറുദ്ദീൻ റാസി. 606 എൻ്റെ ഓർമ്മ. അങ്ങനെ തന്നെയല്ലേ ജക്കി ഉസ്താദെ? ഇമാം റാസി ഹിജറ 606 വഫാത്തായ മഹാനാ. അതെ അതെ, 606 വഫാത്തായ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഭൂമി ഉരുണ്ടതാണ് എന്നത് സലക്ഷ്യം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട് അക്കാലത്ത്. മനസ്സിലായോ? അതേസമയം ഇപ്പോഴും വഹാബി മൗലവി എന്ത് ചെയ്യാണ്, അത് ഭൂമി ഉരുണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഖുർആനെതിരാണ് എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഉരുണ്ട ഭൂമിയിൽ 24 മണിക്കൂറിൽ എപ്പോഴും എന്തുണ്ടാവും, പാതിര എന്നൊന്നുണ്ടാവുമല്ലോ, അല്ലേ? ഇല്ലേ സുഹൃത്തുക്കളെ? ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ ഏതോ ഒരു സ്ഥലത്ത് പാതിര ആയിട്ടില്ലേ? നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ എന്തായി? ഇന്ത്യയിൽ തന്നെ ഇപ്പൊ എന്ത് ചെയ്തു, 12 മണി കഴിഞ്ഞില്ലേ? അല്ലേ? ഇപ്പൊ ഇന്ത്യയിൽ 12 മണി കഴിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? ആണോ? അവിടെ പാതിര കഴിഞ്ഞു. അപ്പൊ ഇന്ത്യ അവിടുന്ന് അത് കഴിഞ്ഞ് അതിന്റെ അങ്ങേപ്പുറത്ത് ഇങ്ങോട്ട് പാകിസ്ഥാന് കണ്ട് അഫ്ഗാനിസ്ഥാന്, പിന്നെ ഇറാന്, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇങ്ങോട്ട് GCC ഇങ്ങോട്ട് കടന്ന് ഇങ്ങനെ, അതായത് ഏത് സമയവും എന്തുണ്ട്, ഭൂമിയിൽ ഒരു പോയിന്റിൽ, ഒരു ഏരിയയിൽ ഈ രാത്രി പാതിര എന്ന് പറയുന്നത് അഥവാ അർദ്ധരാത്രി എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട്. അപ്പൊ അല്ലാഹു തആല അർദ്ധരാത്രി ആയാലും ഇങ്ങോട്ട് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ ഭൂമിന്റെ ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങേണ്ടി വരും. മനസ്സിലായില്ലേ?
ഇവിടുന്ന് പിന്നെ കയറിപ്പോകാടട്ടോ. മാത്രല്ല ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ തലയില്ലാത്ത ഈ വഹാബി മൗലവിമാരുടെ തലന്റെ ഒരു വലിപ്പം ചിന്തിച്ചു നോക്കി നിങ്ങള്. ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥത്തില് ഈ നമ്മുടെ ഈ ക്ഷീരപഥത്തിലെ കോടിക്കണക്കായ സൂര്യന്മാരുണ്ട്. അതാണ് ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ സൂര്യന്മാർക്കൊക്കെ അനേകം എന്തുണ്ട്, ഗ്രഹങ്ങളുണ്ട്. ഇതിൽ സൂര്യൻ എന്ന് പറയുന്ന ഈ നക്ഷത്രത്തിന്റെ ഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ചെറിയ ഗ്രഹമാണ് നമ്മളെ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അത് വലിയതായി തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തില് ഈ പ്രപഞ്ചത്തെ മൊത്തം എടുത്താൽ ഈ ഭൂമുഖത്തുള്ള ഒരു മണൽത്തരിയുടെ കതിർ പോലും അതിന് വരില്ല വലിപ്പം കൊണ്ടേ, ഇതിന്റെ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച്. അപ്പൊ അങ്ങനത്തെ ഒന്നിലേക്ക് എന്ത് ഇങ്ങനെ അതും ഈ പാതിരാവുമ്പോ ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരിക എന്നൊക്കെ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ, അത് ചോദ്യം ചെയ്തപ്പോൾ അള്ളാ കണ്ടോ, അള്ളാഹിനെ സംബന്ധിച്ചായി ചോദിക്കണത്, അവര് പരിഹസിക്കുകയാണ് എന്ന് പറഞ്ഞെന്ത് ചെയ്യാണ്, അട്ടാരിക്കുകയാണ്, വേവലാതിപ്പെടുകയാണ്. ആര്? സക്കരിയ സലായി അടക്കം വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. അത് ഞങ്ങളുടെ ഉസ്താദുമാര് പണ്ഡിതന്മാര് മാത്രം ചോദിച്ച ചോദ്യമല്ല. ഈ പൊട്ടത്തരം വിശ്വസിച്ചിരുന്ന, ഇത്തരം പൊട്ടത്തരം വിശ്വസിച്ചിരുന്നവരോട് പൂർവികരായ മഹാന്മാരായ ഇമാമിയങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങളെപ്പോലുള്ള പൊട്ടന്മാര് മുമ്പ് കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഈ പൊട്ടത്തരം പറയുന്നവർ. അത്തരം പൊട്ടന്മാരോട് ഇമാമിയങ്ങൾ പണ്ടേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്ന് ഞാൻ സാന്ദർഭികമായി പറയാണ്. ഏതായാലും മസ്ബൂത്ത് പറഞ്ഞത്, ഞാനിപ്പോ മുജാഹിദിന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലേക്ക് വന്നു എന്നാ. ഞാൻ അതിന് നേരെ എതിരല്ലേ പറഞ്ഞത് മസ്ബൂത്തെ. ഞാൻ പറഞ്ഞ എന്താ, അള്ളാഹു തആല ഒട്ടകത്തിന്റെ കഴുത്തിനേക്കാൾ ആ ഒട്ടകപ്പുറത്ത് കയറിയ യാത്രക്കാരനോട് ഒട്ടകത്തിന്റെ കഴുത്ത് എത്ര അടുത്തിരിക്കുന്നോ അതിനേക്കാൾ അടുത്താണുള്ളത് എന്നാ. അപ്പൊ എന്താണെങ്കിലും ശബ്ദം ഒച്ചുണ്ടാക്കേണ്ട കാര്യമില്ല, ഏതോ ആവട്ടെ. അപ്പോ അടുത്തുള്ളവനോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാവില്ലെങ്കിൽ അള്ളഹാനോട് ചോദിച്ചാൽ എന്താണെങ്കിലും അപ്പം പ്രാർത്ഥന എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, അള്ളാഹ് ഏറ്റവും അടുത്താണെന്ന് അള്ളാഹ് പറഞ്ഞുള്ളത്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് നബി അങ്ങയോട് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തുള്ളവനാണ്, എത്തുന്നുണ്ട് എന്ന് പറയണോ. ആണോ? അപ്പൊ ചുരുക്കത്തിൽ അടുത്താണോ അകലെയാണോ എന്നതല്ല വിഷയം. ഒരു ചോദ്യം, ഒരു അപേക്ഷ, ഒരു തേട്ടം, അത് ഇബാദത്താകുന്ന ദുആ ആകുന്നതും അല്ലാത്ത ദുആ ആകുന്നതും അല്ലാത്ത തേട്ടമാകുന്നതും അല്ലാത്ത അപേക്ഷയാകുന്നതും ഈ തേടുന്ന വ്യക്തിക്ക്, അപേക്ഷിക്കുന്ന വ്യക്തിക്ക്, ചോദിക്കുന്ന വ്യക്തിക്ക്, ചോദിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച്, വ്യക്തിയെക്കുറിച്ച്, വസ്തുവിനെക്കുറിച്ച് ഉള്ള വിശ്വാസമാണത് വേർതിരിക്കുന്നത്. ദൈവമാണെന്ന വിശ്വാസം, ദിവ്യത്വമുണ്ടെന്നുള്ള വിശ്വാസം, ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു സവിശേഷത ചെറുതെങ്കിലും ഒന്ന് ആ വസ്തുവിൽ ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കപ്പെടുന്ന ശക്തിയോട്, വ്യക്തിയോട് എന്ത് ചോദിച്ചാലും, അതെവിടെന്ന് ചോദിച്ചാലും, അടുത്തുനിന്നായാലും ദൂരെന്നായാലും കാണുന്നിടത്തുനിന്നായാലും കാണാത്തയിടത്തുനിന്നായാലും ഒക്കെ അത് ഇബാദത്താണ്, ആരാധനയാണ്. ആ വിശ്വാസം ഇല്ലെങ്കിൽ അത് ആരാധനയാവുകയും ഇല്ല. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു പോയത് അതിൻ്റെ ഇടയിൽ മസ്ബൂത്ത് ഒരു ടെസ്റ്റ് അടിച്ചപ്പോൾ അതിനുകൂടി പ്രതികരിച്ചതുകൊണ്ട് നീണ്ടുപോയതാണ്, ക്ഷമിക്കണം. നമ്മളെ ചോദ്യകർത്താവ് കുട്ടാട്ടുപാറ പോയോ? കുട്ടാട്ടുപാറയെ ചോദിച്ചിരുന്നത്. മാഷാ അല്ലാ, കോട്ടൂർ ഉസ്താദിന്റെ ID താഴെയുണ്ട്. ഉസ്താദ് ഇൻഷാ അല്ലാ മേലേക്ക് വരും. മസ്ബൂത്ത് സംസാരിച്ചോളൂ, ചോദിച്ചോളൂ. ഇൻഷാ അല്ലാ കോട്ടൂർ ഉസ്താദ് മൈക്കിൽ വരും ചോദ്യത്തിന് ശേഷം എന്നറിയിക്കുന്നു. ഓക്കെ ജസാക്കല്ലാഹു ഖൈറ. താങ്ക് യു ഉസ്താദെ. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. മസ്ബൂത്ത് മൈക്ക് എടുത്തോളൂ.
ഏതായാലും അൽഹംദുലില്ലാ, നിങ്ങൾക്ക് ഈ നേരത്തെ ഈ ഉസ്താദ് പറഞ്ഞ ആ ഒരൊറ്റ ആയത്ത് മതി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക്. വൽ യസ്തജീബൂലി, എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഏറ്റവും അടുത്താണെന്ന് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടും നിങ്ങളെ ഇടയിലെ ആൾക്കാർ നിർത്തുകയാണല്ലോ. അതാണ് അത്ഭുതം. ഈ ഒരു ഒറ്റ ആയത്ത് നിങ്ങൾ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അത് വളരെ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ വലിയൊരു ഷിർക്കിലേക്ക് പോകുന്ന ഒരു സംഗതിയിൽ നിന്ന് രക്ഷപ്പെടും. വൽ ജസ്സജീബൂലി, ഞാൻ അടുത്താണ് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ഇടയിൽ ആളെ ഇരുത്തുകയാണ്. അതിലാണ് നമുക്കുള്ള പ്രശ്നം. പിന്നെ ഈ ഐഡിയയിൽ എത്ര ആൾക്കാരുണ്ട് ഉസ്താദ് ചോദിച്ച്, ചെറിയ സിമ്പിൾ ചോദ്യം പോലും അവർക്ക് അറിയില്ല. അവർ ഉസ്താദ്മാരെന്താ പറയുന്നത് അതിങ്ങനെ കേട്ട് കേട്ട് പഠിക്കണം. അതാണ് ഞാൻ അവരോട് പറയുന്നത്, പ്ലീസ് പഠിക്കൂ എന്ന്. അള്ളാ, കോട്ടൂർ ഉസ്താദ് കേൾക്കണില്ലേ? ഞാൻ കോട്ടൂർ ഉസ്താദിന്റെ ഐഡിയന്റെ ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈറ്റ് ഹാൻഡ് ചെയ്താൽ, ഒന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. കോട്ടൂർ ഉസ്താദ് ഡെസ്കിൽ ഇല്ല തോന്നുന്നുണ്ട്. ഇൻഷാ അള്ളാ എത്തിയാലും വരും. അപ്പൊ എന്താ ഇപ്പൊ മസ്ബൂത്ത് പറഞ്ഞത്? ഈ ആയത്തൊന്ന് പഠിച്ചാൽ മതി. എന്നാല് എന്താ പറഞ്ഞ് എല്ലാം തീരുന്നാ? അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെ എന്തിനാണ് ഇടക്കൊരാളെ നിർത്തുന്നത്? അതിനെ ഞാനും ചോദിക്കണത്, ഞങ്ങളും ചോദിക്കണത്. ഇപ്പൊ മുജാഹിദൊക്കെ പറയണ്ടല്ലോ, ഇടക്ക് ഒരാളെ നിർത്തിയിട്ട് ചോദിക്കണേ, നമ്മൾക്ക് എന്ത് ചെയ്യാ, വേറെ ആളെ നല്ലൊരാളോട് നമുക്ക് വേണ്ടിയിട്ട് അള്ളഹാനോട് വരക്കാൻ പറയാം. വിശുദ്ധ ഖുർആനിൽ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കള് യാക്കൂബ് നബിയോട് എന്ത് ചെയ്ത് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളെ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി അള്ളഹാനോട് നിങ്ങൾ എന്ത് ചെയ്യണം, പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടണമെന്ന് അല്ലേ? ആയത്തൊന്നും ഓർമ്മയിലുള്ള ആരെങ്കിലും ഒന്ന് ഇവിടെ അടിച്ചാൽ ഒന്ന് തപ്പിയെടുത്തിട്ട് സ്തഗ്ഫിറുലന യാ അബാന സ്തഗ്ഫിറുലനാന്നോ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. ആ ആയത്തൊന്ന് ആരെങ്കിലും ഒന്ന് തപ്പിയെടുത്ത് ഇവിടെ അടിച്ചാൽ, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് ജക്കരിയ സലായി എന്നറിയുന്ന മുജാഹിദ് മൗലവി പറയുന്നത്. എന്ത്? അത് നമുക്ക് എന്ത് ചെയ്യാ, ഇടക്കൊരാളെ ചോദിക്കാനാക്കാന്നാ പറയുന്നത്. ഈ അല്ലാഹു തആല ഏറ്റവും അടുത്തവനാണ് എന്നുള്ളത് യാക്കൂബ് നബിന്റെ കാലത്തും അങ്ങനെ തന്നെ അല്ലായിരുന്ന മസ്ബൂത്തെ? അങ്ങനെ തന്നെയാണെങ്കിൽ ഒന്ന് അടിച്ചാൽ മതി. അതോ അന്ന് അള്ള കുറെ ദൂരെയും പിന്നെ ഇപ്പൊ ഇങ്ങനെ നമ്മളെ കാലമായപ്പോ ഇങ്ങനെ അടുത്തേക്ക് വന്നതുമാണോ? ഇന്നീ കരീബ് എന്ന് പറഞ്ഞില്ലേ അല്ലാഹു തആല, ആ കരീബ് എന്ന് പറഞ്ഞത് യാക്കൂബ് നബിന്റെ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നോ എന്നാണ് ചോദിക്കണത് മസ്ബൂത്തെ. അങ്ങനെ തന്നെ ആണെങ്കിൽ ഒന്ന് അടിച്ചാൽ മതി. മസ്ബൂത്തും കേൾക്കണില്ലപ്പോ, ഞാൻ പറഞ്ഞത് കേൾക്കണില്ലേ? ആരും കേൾക്കണില്ല. യാ അബാന അസ്തഗ്ഫിർ ലനാ ദുനൂബനാ, കണ്ടാ? അതന്നെ. യാ അബാന അസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ഞങ്ങളപ്പാ, ഞങ്ങളെ വാപ്പാ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടണം, അള്ളഹാനോട് ചോദിക്കണം. അപ്പോ ഇത് അല്ലാഹു തആല ഖുർആനിൽ പറയാണ് മസ്ബൂത്തെ. അപ്പൊ ഇതിന്ന് മനസ്സിലാണ് എന്താണ്, ഇതൊരു ഇടക്കാളാക്കലല്ലേ സുഹൃത്തുക്കളെ? ഇടക്കാളാക്കൽ തന്നെയല്ലേ? അവർക്ക് നേരിട്ടാണ് ചോദിച്ചാൽ പോരെ? അവര് പറഞ്ഞത് വാപ്പാട് മക്കളെ, ആര്? യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിനോട് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, വാപ്പ ഞങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളഹാനോട് പറയണം. അപ്പൊ ഇത് ഇടക്കാളാക്കലല്ലേന്ന് നിങ്ങളല്ലേ പറഞ്ഞ് ഇടക്കാളാക്കണം. വസിയത്ത് ചെയ്യാതെ പറഞ്ഞ വസിയത്ത് എന്ന് ഇതിന് പറയലുണ്ടാ? ഇരിക്കോട്ടെ. പിന്നെ ഏതോട്ടെ. പിന്നെ
ഈ ഇടയ്ക്കൊരാളാക്കലല്ല ഇപ്പത്. ഞാൻ ഈ റൂമിലുള്ള ആളുകളോടാണ് ചോദിക്കുന്നത്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുന്നതിന് പകരം വേറെ ആളെ ഏൽപ്പിക്കുക. നിങ്ങൾ ചോദിക്കുക നമുക്ക് വേണ്ടിയിട്ട്, അത് ഇടക്കാളാക്കൽ തന്നെയല്ലേ? ഇടക്കാളെ നിർത്തലല്ലേ? ആണ്, ഇടക്കാളെ നിർത്തൽ തന്നെയാണ്. പലപ്പോഴും ഇതൊക്കെ എന്ത് ചെയ്യലുണ്ട്, നമ്മളൊക്കെ ഇടയിൽ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന കാര്യമാണ്. ഉദാഹരണം, നമ്മുടെ മക്കള്, എന്റെയൊക്കെ അനുഭവം പലപ്പോഴും അങ്ങനെ, മക്കള് വലിയ ആളുകളാണ്, എന്നാൽ പോലും പലരും അവരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യില്ല, നേരിട്ട് ഇങ്ങോട്ട് പറയില്ല. അവരമ്മയോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഉമ്മാനവർ ഇടയാളനാക്കിയിട്ട് ഉമ്മ പറയും. അങ്ങനെ തന്നെയല്ലേ സുഹൃത്തുക്കളെ? പലരുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. അതല്ലേ എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എന്നിട്ട് കുട്ടികളോടുമ്പോ അത് എനക്കാണ് പറഞ്ഞൂടെ? അല്ലല്ല, അത് ഉമ്മ പറഞ്ഞാ മതി. കണ്ടോ, അവരെ ജക്യൂസ അടക്കം അങ്ങനെ ഇരുന്നു എന്നാ പറഞ്ഞത്. കണ്ടോ, മിക്കവാറും മക്കളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. വാപ്പാടും ചെയ്യില്ല, അത് നേരിട്ടാണ്ട് പറയില്ല. പറയാൻ പാടില്ല എന്നൊന്നല്ല, പക്ഷെ അവരെന്ത് ചെയ്യും, ഉമ്മാനൊരു ഇടയാളനാക്കും. അപ്പൊ എന്നതുപോലെ ഇടക്ക് ആള് വേണ്ട. വാപ്പ പുലിയായിട്ടൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നിലാവ്.com അടിച്ചിക്കണ് വാപ്പ പുലിയായിരിക്കും എന്നുള്ളത്. അല്ലല്ലല്ലല്ല കേട്ടാ, അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ വാപ്പാരൊന്നും ഇപ്പൊ ഈ കാലത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? എന്താണെങ്കിലും ആ പറഞ്ഞത് എന്തല്ല, നമ്മളെ സംബന്ധിച്ചൊന്നും എന്തല്ല, അത് തീരെ ശരിയല്ല. കേട്ടില്ലേ? പിന്നെ അങ്ങനെ ഉണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇവിടെ പുലി മാതിരി ഇങ്ങനെ പെരുമാറുന്നവര്, മക്കളോട് പെരുമാറുന്നവരുണ്ടാ? ആ നിലാവ് ചിലപ്പോൾ നിലാവിന്റെ സ്വന്തം അനുഭവമായിട്ട് എഴുതിപ്പോയതായിരിക്കും. അങ്ങനെ സ്വന്തം അനുഭവം ഒന്നും അങ്ങനെ എഴുതരുത് കേട്ടാ. നിലാവ് അങ്ങനെ എന്ത് ചെയ്യരുത്, നിങ്ങള് പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? അള്ളാഹുത്താല നിങ്ങളുടെയും നമ്മളുടെയും ഒക്കെ വാപ്പാർക്കൊക്കെ അള്ളാഹുത്താല പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ അവരെ പറ്റി പറയരുത് കേട്ടാ. പിന്നെ അവരെയൊക്കെ അള്ളാഹുത്താല ആഖിറം സന്തോഷാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അപ്പോ ചുരുക്കത്തിൽ മജ്മൂത്ത് പറഞ്ഞത് ഇടക്കാളാക്കൽ എന്തിനാണ്? ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞിക്കണില്ലേ എന്നാണ്. അപ്പൊ ഈ ഫഇന്നി ഖരീബ് എന്നുള്ളത് അത് യാക്കൂബ് നബിന്റെ കാലത്തും ഖരീബ് തന്നെ അല്ലായിരുന്നോ? അപ്പൊ ഇവിടെ ഇടക്കാളാക്കിയല്ലോ. പിന്നെ മറ്റൊന്ന് നിങ്ങൾ പറഞ്ഞ എന്താണ്, അടുത്തുണ്ട് അല്ലാഹു തആല, പിന്നെന്തിനാ മറ്റുള്ളവരോട് ചോദിക്കണത്? അതന്നെയാണ് പറഞ്ഞത്. ഞങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെയാണ്, എല്ലാം അല്ലാഹുവോട് ചോദിച്ചാൽ മതി, പിന്നെന്തിനാ മറ്റു സൃഷ്ടികളോട് നിങ്ങൾ ചോദിക്കുന്നത്? മസ്ബൂത്തി ചോദിക്കലില്ല, പല കാര്യങ്ങളും അല്ലാഹുവിനോട് മാത്രം പറയല്, ചോദിക്കല്. എന്തെല്ലാം കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കാറുണ്ട് ഇല്ലേ സുഹൃത്തുക്കളെ? എല്ലാരും ഉണ്ട്, ഞങ്ങളൊക്കെ ചോദിക്കലുണ്ട്. മനസ്സിലായോ? അതൊന്നും ഇപ്പൊ പറഞ്ഞതിനൊന്നില്ല, അർത്ഥമില്ല. അതൊക്കെ നിങ്ങൾ തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്ന് അറിയിക്കുന്നു. കോട്ടൂർ ഉസ്താദ് കേൾക്കുന്നുണ്ടാ? ഞാൻ ഉസ്താദ് വരുന്നുള്ള ആൾക്കാണ് ഇങ്ങനെ പ്രതീക്ഷിച്ചത്. ഉസ്താദിന്റെ ID റൂമിൽ കാണുന്നുണ്ട്. ഓക്കെ. ടെസ്റ്റിന് മറുപടി ഇല്ല, ഒക്കെ മൈക്കിൽ വന്നിട്ട് പറയാം. മൈക്കിൽ വരിക ഇൻഷാ അല്ലാഹ്. ഞാൻ മൈക്ക് കൂട്ടും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തവസ്സുലാണ് ചർച്ച എന്ന് മനസ്സിലാക്കുന്നു. തവസ്സുല് അനുവദനീയമായ തവസ്സുലുണ്ട്, അനുവദനീയമല്ലാത്ത തവസ്സുലും ഉണ്ടല്ലോ. പിന്നെ സാലിഹായ അമല് കൊണ്ട് തവസ്സുലാക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഉസ്താദ് പറഞ്ഞ പോലെ നല്ല ആളുകളോട്, അമ്പിയാക്കളോട് അവരുടെ ജീവിതകാലത്ത്, അതുപോലെ തന്നെ സാലിഹ്യങ്ങളോട് അവരുടെ ജീവിതകാലത്ത് വസിയത്ത് ചെയ്യാം. ഇവിടെ അതല്ല പ്രശ്നം മമ്പർത്തങ്ങളെ കാക്കണേ, അതുപോലുള്ള
പിന്നെ തവസ്സുലും ഇസ്തിഗാസയുമാണ് പ്രശ്നവും. അല്ലാതെ സാലിഹായ ഒരാളോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുന്നത് ജീവിതകാലത്ത്, അദ്ദേഹത്തിന് ജീവിതകാലത്ത് മരിച്ചുപോയ ആളോടല്ല പറഞ്ഞത്. അവർ പിന്നെ ജീവിതകാലത്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. അത് ഇനിയിപ്പോ ആരോട് പറഞ്ഞാലും പിന്നെ എന്താണ്, പിന്നെ ഒരു സഹോദരൻ തന്റെ മറഞ്ഞ സഹോദരന് വേണ്ടി ദുആ ചെയ്താൽ അത് അള്ളാഹു പ്രത്യേകം സ്വീകരിക്കുമെന്ന് ഹദീസ് സ്ഥിരപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ ഇതൊന്നും തർക്ക വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ല, അത് തർക്കല്ല. ഞങ്ങൾ അതന്നെ പറഞ്ഞത്, ഇതൊന്നും തർക്കമല്ലല്ലോ. നിങ്ങൾ വെറുതെ തർക്കിക്കാണ്. നിങ്ങൾ വെറുതെ വഹാബി മൗദൂദികൾ വെറുതെ എന്ത് ചെയ്യാണ്, തർക്കം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ മരിച്ചവരോട് പറ്റൂലെന്ന്, പാടില്ല. ആരെ പറഞ്ഞു പാടില്ലാന്ന്? നിങ്ങളാണ് പറയാണ്, നിങ്ങളാണ് പറയാ. അല്ല പറഞ്ഞോ പാടില്ലാന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ പാടില്ലാന്ന്? സലഫു സാലിഹ്യങ്ങൾ ആരെങ്കിലും പറഞ്ഞോ പാടില്ലാന്ന്? ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞേട്ടെ അബ്ദുള്ള. നിങ്ങളാണ് പറയാണ്, വെറുതെ നിങ്ങൾ തർക്കം ഉണ്ടാക്കുകയാണ്. പാടില്ലാന്ന് ആരാ പറഞ്ഞു? പാടില്ലാന്ന് പറയാൻ നിങ്ങൾ ആരെ ഏൽപ്പിച്ച്? അല്ല ഏൽപ്പിച്ചിരിക്കണം. അബ്ദുള്ള അടക്കാങ്കരനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? മുജാഹിദീങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ദീനിന്റെ കാര്യത്തിൽ നിയമം പറയാന് ഇല്ലാത്തത്, അള്ളയും റസൂലും പറയാത്തത് അതാരാ പറഞ്ഞ അബ്ദുള്ള പാടില്ലാന്ന്? വഫാത്തായി പോയാ പിന്നെ തവസ്സുല്, ആ വഫാത്തായവരെ കൊണ്ട് പിന്നെ തവസ്സുല് പാടില്ല എന്ന് ആരാ പറഞ്ഞത്? ഒന്ന് മൈക്കെടുത്തോളൂ, പറഞ്ഞോളൂ. കണ്ടോ, ഇപ്പൊ അബ്ദുള്ളക്ക് മൈക്ക് പൊന്നുന്നില്ല. വല്ലാത്തൊരു കണ്ടകള് സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുന്നില്ല? ഇപ്പൊ ഇത് ശ്രോതാക്കൾ കാണുന്നില്ലേ? വെറുതെ തർക്കമില്ലാത്ത വിഷയം വെറുതെ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അബ്ദുള്ള നമ്മളെ കുറ്റം പറയണത്. അബ്ദുള്ള ഒറ്റക്കല്ലത്. അബ്ദുള്ളയെ പോലുള്ള സാധാരണക്കാരനല്ല കേട്ടോ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ആൾക്ക് ഒരു മനുഷ്യൻ എന്നുള്ള ആൾക്ക് പറയാണ്. അബ്ദുള്ളൊക്കെ എന്ന് പറഞ്ഞാൽ നെദിവിയൊക്കെയാണ്, മനസ്സിലായ? അബ്ദുള്ള നെദിവി ഒക്കെ ഈ ജാതി പൊട്ടത്തരം പറഞ്ഞാൽ പിന്നെ സാധാരണ വഹാബി മൗദൂദി എന്തൊക്കെ പൊട്ടത്തരം പറയും നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവൂലേ? അപ്പൊ തർക്കമില്ലാത്തൊരു വിഷയം വെറുതെ പറഞ്ഞ് തർക്കം ഉണ്ടാക്കുകയാണ്. അബ്ദുള്ള പറഞ്ഞപ്പോ എന്താ, ജീവിച്ചിരിക്കണവരെ കൊണ്ട് എന്ത് ചെയ്യാ, തവസ്സുലാക്ക. പിന്നെ സ്വാലിഹായ അമലുകളെ കൊണ്ടും തവസ്സുലാക്കാൻ, മരിച്ചവരെ കൊണ്ട് പറ്റില്ല, അപ്പൊ പാടില്ല അല്ലേ? അങ്ങനല്ലേ ഇപ്പൊ പറഞ്ഞത്? വഫാത്തായ പിന്നെ പാടില്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ തന്നെയല്ലേ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ കേട്ടത്? അതെ. അപ്പൊ ഇനി അബ്ദുള്ള മൈക്കെടുത്താ പറയേണ്ടത് വഫാത്തായവരെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ പാടില്ല എന്ന് അല്ല പറഞ്ഞിട്ടുണ്ടോ, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ? രണ്ടാലൊന്ന്. വേറെ നിങ്ങൾ വർത്താനം പറഞ്ഞാൽ ഞങ്ങൾ മൈക്ക് വാങ്ങും. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഒരു കാര്യം പറഞ്ഞ് നുണ പറഞ്ഞ് കുടുങ്ങണ സമയത്ത് അപ്പം എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ഒരു വിഷയം പറയും. അത് പറയരുത്. അബ്ദുള്ള ദയവ് ചെയ്തിട്ട് ഈ പറഞ്ഞതിന് മറുപടി പറയാം. അതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് കുമ്മോൾ ഉസ്താദ് മറുപടി മൈക്കിൽ വരും. അബ്ദുള്ള, ഞാൻ ഇപ്പൊ പറഞ്ഞു കേൾക്കണ്ടല്ലോ. അബ്ദുള്ള വടക്കങ്ങനെ ഞാൻ പറഞ്ഞു കേൾക്കണില്ലേ? ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. നിങ്ങളിവിടെ പറഞ്ഞല്ലോ വഫാത്തായി പോയവരോ കൊണ്ട് തവസ്സുല് പാടില്ല എന്ന് പറഞ്ഞു. ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് തവസ്സുലാവാം, പിന്നെ അഅ്മാലു സ്വാലിഹാത്ത് കൊണ്ടും തവസ്സുലാവാം, മരിച്ചാ പിന്നെ പാടില്ല. ഇതാരാ പറഞ്ഞത് എന്നാ ചോദിക്കണത്? ഖുർആനിൽ അള്ള പറഞ്ഞോ, അല്ലെങ്കിൽ അള്ള നമ്മളെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ച റസൂലുള്ള പറഞ്ഞോ? അതാണ് ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. ഞാൻ പറഞ്ഞത് ഉസ്താദെ, നിങ്ങളെ ഇപ്പൊ ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നതെല്ലാം ജീവിച്ചിരിക്കുന്ന ആളുകളോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അതിലിപ്പോ ആർക്കും തർക്കമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന ആളുകളോട് പിന്നെ എന്നെ പിന്നെ ദുആയിൽ മറക്കരുത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് അങ്ങോട്ടോട്ടും വസിയത്ത് ചെയ്യാം. അതാൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ്. പരസ്പരം മുഅ്മിനീങ്ങൾ പരസ്പരം പിന്നെ സഹായികളാണ്. അത് ഇങ്ങനെയൊക്കെയാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നല്ല കാര്യങ്ങൾ കൽപ്പിക്കും, ചീത്ത കാര്യങ്ങൾ വിരോധിക്കും. അതുപോലെ തന്നെ ദുആ, ഇതെല്ലാം അതിൽ ഉൾപ്പെടും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായങ്ങൾ, പരസ്പരം ദുആ ചെയ്യും. അതാണ് പറഞ്ഞത്. പിന്നെ ഒരു മറഞ്ഞൊരു പിന്നെ സഹോദരന് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അത് പ്രത്യേകം സ്വീകരിക്കും. അപ്പോ പിന്നെ സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ദുആ ചെയ്യല്, അവർക്ക് വേണ്ടി ദുആ ചെയ്യല്, ഇതെല്ലാം ഒരു ഇസ്തിഗാസയല്ല. ഈ തവസ്സുലിന്റെ പിന്നെ തർക്കമുള്ള ഇസ്തിഗാസ തവസ്സുലല്ല. ഇവര് തർക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിച്ചുകൂടെ എന്നാണ് പറഞ്ഞത്. അല്ലാതെ തർക്കമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ
പിന്നെ തർക്കമുള്ളതായിട്ട് അവതരിപ്പിക്കണത് എന്തിനാന്ന് ഞാൻ ചോദിക്കണേ. ഇപ്പൊ അബ്ദുള്ള കിടന്ന് വിരകിന് കണ്ടില്ല സുഹൃത്തുക്കളെ. തർക്കമുള്ളത് എന്തിനാണ് അബ്ദുള്ള? തർക്കമുള്ളത് എന്തിനാണ്? നിങ്ങൾ പറഞ്ഞില്ല തർക്കം. നിങ്ങളാണ് ഇപ്പൊ തർക്കമായിട്ട് വന്നത്. മരിച്ചവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ തവസ്സുൽ ചെയ്യാൻ പാടില്ല, അതല്ലേ ഇപ്പൊ തർക്കമുള്ളത്? അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണോ അബ്ദുള്ള? ആണെങ്കിൽ ഒന്ന് വിസ്തരിച്ചാൽ മതി. മരിച്ചവരെ കൊണ്ട് പിന്നെ തവസ്സുൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയല്ലേ? ജീവിച്ചിരിക്കുന്നവരോടാവാം, വേർക്കാൻ പറയാം, മരിച്ചവരോട് പറ്റില്ല, അതല്ലേ പറഞ്ഞത്? അതല്ലേ അബ്ദുള്ള നിങ്ങൾ പറഞ്ഞത്? ആണോ? ഇപ്പൊ അബ്ദുള്ള സുഹൃത്തുക്കളെ, അബ്ദുള്ള ഇവിടെ വന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ അങ്ങനെയല്ലേ കേട്ടതും മനസ്സിലാക്കിയതും? ഇപ്പോഴും അബ്ദുള്ള പറഞ്ഞ എന്നല്ലേ? ജീവിച്ചിരിക്കുന്നവരോട് കൊണ്ട് അത് പറഞ്ഞു. ശരി, എന്നാ അതിന്റെ തെളിവ് പറയും. അത് പാടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ചോദിച്ചത്. ആ തെളിവ് പറഞ്ഞോ നിങ്ങള് സുഹൃത്തുക്കളെ? അബ്ദുള്ള പറഞ്ഞോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ട പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ആ മരിച്ചവരെ കൊണ്ട് തവസ്സുൽ പാടില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിരിക്കണ്. പറഞ്ഞോ? ആയത്തോതിയോ? ഇല്ല, പറഞ്ഞില്ല. ഹദീസ് ഓതിയോ? ഹദീസ് ഓതിയോ സുഹൃത്തുക്കളെ? അല്ല, ഇനി ഞാൻ കേൾക്കാതെ പോയതോ എന്റെ ഹെഡ്സെറ്റിന്റെ തകരാറാണോ എന്ന് അറിയില്ലല്ലോ. നിങ്ങളാരെയും കേട്ടാ? ആണോ? ഇല്ല. മാഷാ അല്ലാഹ്. കുമ്മളി സാഹിബ് മൈക്കെടുക്കും. അബ്ദുള്ള, ഞാൻ അബ്ദുള്ളയോട് പറഞ്ഞത് നിങ്ങൾ മരണപ്പെട്ടവരോട് മരിച്ചാ പിന്നെ മരണപ്പെട്ടവരെ കൊണ്ട് തവസ്സുൽ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. മറ്റൊന്നും തർക്കമുള്ളതല്ല എന്നും പറഞ്ഞു. ശരി, അത് പാടില്ല എന്ന് എവിടെ അല്ലാഹ് ഖുർആനിൽ എവിടെ പറഞ്ഞു? ആയത്തുകൾ ഓതിയിട്ടില്ല. പാടില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ റസൂലുള്ള പറയണം, അല്ലെങ്കിൽ അള്ളാഹു പറയണം. അതിന് രണ്ടും നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതിന്റെ ആയത്തോ ഹദീസോ നിങ്ങൾ ഓതിയിട്ട് അതിങ്ങോട്ട് പറയാം. അതിനാണ് നിങ്ങൾക്ക് മൈക്ക് തന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് വേറെ വിഷയമായിരുന്നു. ഏതായാലും കുമ്മളുസ്താദ് മൈക്ക് എടുക്കട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് മൈക്ക് എടുക്കാം. ഉസ്താദ് റൈസാൻഡ് ചെയ്തോളൂ. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അബ്ദുള്ള മൈക്ക് ആടണ്ട, നിങ്ങൾക്ക് തന്നെ മൈക്ക് തരും. കുമ്മളുസ്താദ് മൈക്ക് എടുത്തതിന് ശേഷം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ നേരത്തെ ചോദ്യം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഉത്തരവും കേട്ടിട്ടില്ല. ഇപ്പം വന്നതേ ഉള്ളൂ. പക്ഷെ അബ്ദുള്ളാന്റെ ലാസ്റ്റ് സംസാരം ഞാൻ കേട്ടു. അബ്ദുള്ള പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരോട് ദ്വാരക്കാൻ പറയാണ്. അതിലാർക്കും തർക്കമില്ലല്ലോ എന്നാ. അതിലങ്ങനെ തർക്കം ഇല്ലാതിരുന്നാൽ പറ്റൂ എന്നുള്ളതാണ്. തർക്കം വേണ്ടേ അതിലും? അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ ഇടയാളന്മാര് ആവശ്യമില്ല എന്നാണല്ലോ. ഇടയാളന്മാരെ ആവശ്യമില്ല, അതുപോലെ ശുപാർശകരില്ല എന്നൊക്കെയാണ് പുത്തൻവാദികൾ പലപ്പോഴും പൊതുവായി പറഞ്ഞു വരാറുള്ളത്. അപ്പൊ ആ ഒരു അടിസ്ഥാന തത്വം വെച്ച് നോക്കിയാൽ, പുത്തൻവാദികളുടെ അടിസ്ഥാന തത്വം വെച്ച് നോക്കിയാൽ, ജീവിച്ചിരിക്കുന്നവരോട് ദുആ ചെയ്യാൻ പറയേണ്ട ആവശ്യം എന്തുണ്ട്? വല്ല ആവശ്യമുണ്ടോ? അതെ, ഖുർആനിൽ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി എന്നല്ലേ അള്ളാഹ് പറഞ്ഞത്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളോട് എന്തിനാണ് ദുആ ചെയ്യാൻ പറയുന്നത്? അതെന്തിനു പറയണം? അതിന്റെ ആവശ്യം എന്തുണ്ട്? അത് തർക്കമില്ല എന്ന് പറഞ്ഞാൽ തർക്കം ഉണ്ടാകണല്ലോ. കാരണം അള്ളാഹുവിന്റെയും, അത് കാഫിരീങ്ങളുടെ വാദമല്ലേ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി സൃഷ്ടികളുമായി ബന്ധപ്പെടുക എന്നുള്ളത് കാഫിരീങ്ങളുടെ വാദാണെന്നല്ലേ നമ്മള് സാധാരണ പുത്തൻവാദികൾ പറയാറുള്ളത്. അപ്പൊ ശുപാർശകരെ ആക്കുക, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അതുപോലെ ഹാഉലായി ശുഫാഉന ഇൻദല്ലാഹ് എന്നിങ്ങനെ സാധാരണ പുത്തൻവാദികൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സുന്നികൾക്കെതിരെ ഓതുന്ന ആയത്ത്, ആ ആയത്തുകളുടെ ലൂടെ ഈ പുത്തൻവാദികൾ അവതരിപ്പിക്കുന്ന അടിസ്ഥാന തത്വം അനുസരിച്ച് മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ പറയാൻ പാടുണ്ടോ? അതിൽ തർക്കം ഉണ്ടാകേണ്ടതല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് അബ്ദുള്ള എന്ത് പറയുന്നു? തർക്കം ഇല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് തർക്കം ഇല്ലാതെ പോയത്? അതെ, അതൊന്നും ഇപ്പൊ കേൾക്കലില്ല. പക്ഷെ എന്നാലും നമ്മൾ അബ്ദുള്ളനോടൊന്ന് ചോദിച്ചു നോക്കുക, എന്താണ് തർക്കം ഇല്ലാതെ പോയത്? ഞാൻ ഒന്ന് മൈക്ക് റിലീസ് ചെയ്യാ. അബ്ദുള്ള വടക്കാങ്കര ഒന്ന് മൈക്ക് എടുക്കട്ടെ.
തർക്കം ഇല്ലെന്ന് പറയുന്നു. തർക്കം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? തർക്കം ഉണ്ടാകേണ്ടതല്ലേ എന്നതാണ് എൻ്റെ സംശയം. അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ തർക്കം ഇല്ലാതെ പോയതിന്. അത് നമ്മളൊന്ന് കേൾക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. അബ്ദുള്ള അടക്കം അങ്ങനെ മൈക്കെടുക്കുക. ഹലോ, മരിച്ചവരോട് ചോദിക്കാൻ പറ്റുകയില്ല, പിന്നെ ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ പറ്റുകയില്ല എന്നതിനുള്ള തെളിവ് അത് ധാരാളമുണ്ട്. ഏത് തെളിവാ പറയേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ഒരു തെളിവ് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ തെളിവ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലില് നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ റസൂല് ഇബ്രാഹിം നബിയെ ഇടയാളനാക്കിയോ? മുഹ്യിദ്ദീൻ ശൈഖ ഇബ്രാഹിം നബിയെ വലുത്. റസൂലിന്റെ മുമ്പ് പിന്നെ ധാരാളം പ്രവാചകന്മാർ മരിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ ഒന്നും ഇടയാളന്മാരാക്കിയിട്ടില്ല. അവരോടൊന്നും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ദുആ ചെയ്യണേ. ബദറിൽ ആരോടാണ് ദുആ ചെയ്തത്? ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് ഇസ്തിഗാസ നടത്തുന്ന സമയം. ബദർ യുദ്ധത്തില് സന്നിഗ്ധ ഘട്ടത്തില് കുഫാറിൽ എത്രയാണ്? ഇരട്ടിയാണ്. പിന്നെ മുസ്ലിങ്ങൾ യുദ്ധത്തിനല്ല പുറപ്പെട്ടിരുന്നത്. അവര് പിന്നെ അവരുടെ പിന്നെ ഈ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു. ആ സമയത്ത് പിന്നെ വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടമായിരുന്നു ഇത് ബദർ യുദ്ധം. ഈ ബദർ യുദ്ധത്തില് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഏതാണ്? ഇത് തസ്തഗീസൂന റബ്ബക്കും, റബ്ബിനോട് ഇസ്തിഗാസ നടത്താൻ. അല്ലാതെ ഇബ്രാഹിം നബിയെ അല്ല, അബ്ദുള്ള എന്താ ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ചോദിച്ച ആ ഇടപെട്ടതിന് പ്രതികരണമാണോ അബ്ദുള്ള നടത്തുന്നത്? അതല്ല, അബ്ദുള്ള കേൾക്കുന്നില്ല. അബ്ദുള്ള കേൾക്കുന്നുണ്ട്? ഒരു എസ്അടിക്ക്. ജീവിച്ചിരിക്കുന്ന ആളുകളോട് ദുആ ചെയ്യാൻ പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് അബ്ദുള്ള പറഞ്ഞു. അബ്ദുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ തർക്കം ഇല്ലാതെ പോയത് എന്നാണ് എന്റെ ചോദ്യം. അതിനും തർക്കം ഉണ്ടാകേണ്ടതല്ലേ? അതിനും തർക്കം ഉണ്ടാകേണ്ടതാണല്ലോ. കാരണം അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ സൃഷ്ടികൾ ആവശ്യമില്ല. അള്ളാഹുവിന് ശുപാർശകരില്ല, ഇടയാളന്മാരില്ല. ഇങ്ങനെയുള്ള തത്വങ്ങൾ അനുസരിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ദുആ ചെയ്യാൻ പറയുന്നതും ശിർക്കും കുഫറും ആകേണ്ടതല്ലേ? പിന്നെ അത് എന്തുകൊണ്ടായില്ല എന്നാണ് അബ്ദുള്ള വടക്കാങ്ങര പറയേണ്ടത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാൻ. അബ്ദുള്ള വടക്കാങ്ങര മൈക്ക് എടുത്താന്ന് പറഞ്ഞോളൂ. ഒന്ന് മൈക്ക് എടുക്കും. ഞാൻ അബ്ദുള്ള വടക്കാങ്ങര ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ജീവിച്ചിരിക്കുന്ന ആളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് ശിർക്കാകുന്നില്ല എന്നാണ് ചോദ്യം, അല്ലെ? എന്തുകൊണ്ട് ശിർക്കാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രാർത്ഥന തന്നെ അവനിൽ നിന്ന് സംഭവിക്കണില്ല. അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല. അവിടെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അവിടെ പ്രാർത്ഥനയിൽ ഒരു ഇസ്തിഗാസ തവസ്സുലോ ഇസ്തിഗാസ വരുന്നില്ല. അത് തവസ്സുലോ ഇസ്തിഗാസയിൽ ബന്ധമില്ല. പ്രാർത്ഥനയിലല്ലേ പിന്നെ ഇന്നോളെ വിളിച്ചുകൊണ്ട് പിന്നെ ഇസ്തിഗാസ നടത്തുന്നത്. ഇത് പ്രാർത്ഥന വരുന്നില്ല, ഈ ആളോട് ആവശ്യപ്പെടാണ്. അത് തലവേ വരുന്നുള്ളൂ. അവിടെ പ്രാർത്ഥന വരുന്നില്ല. മറ്റുള്ള ആളുകളോട് ആവശ്യപ്പെടുന്നു, തന്റെ സഹോദരനോട് ആവശ്യപ്പെടുന്നു. അവിടെ പ്രാർത്ഥന, അവിടെ തവസ്സുൽ ഇസ്തിഗാസയായിട്ട് ബന്ധം. നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ എന്നല്ലാതെ. അസ്സലാമു അലൈക്കും. അബ്ദുള്ളാന്റെ ചിരി വരുന്നത്. അബ്ദുള്ള പോയോ? അബ്ദുള്ളാനെ ബൗൺസ് ചെയ്ത് അതാരാണ്? അബ്ദുള്ള ബൗൺസ് ഒഴിവാക്കിയേ. അബ്ദുള്ളാനെ അങ്ങനെ ബൗൺസ് അടിച്ചു അതാ മുസ്തഫ മാനിപുരത്തിനോട്. അബ്ദുള്ളാക്കയുടെ ചിരി വരികയാണ്.
അപ്പൊ അബ്ദുള്ള വന്നാൽ നമുക്ക് ചോദിക്കാം. അതങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അബ്ദുള്ള കേൾക്കുന്നുണ്ടോ? അബ്ദുള്ള കേൾക്കുന്നുണ്ടോ? ആയിക്കോട്ടെ, ഒന്ന് അബ്ദുള്ള വന്നോട്ടെ. ന്യൂ ലോഗ് അദ്ദേഹം കുറച്ചു മുമ്പേ മൈക്ക് എടുത്തിരുന്നു. അദ്ദേഹത്തിന് മൈക്ക് റിലീസ് ചെയ്യാം. ന്യൂ ലോഗ് മൈക്ക് എടുത്തോളൂ. ന്യൂ ലോഗ് റൈസ് ഹാൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം മൈക്ക് എടുക്കട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? എൻ്റെ ചോദ്യം ഇതാണ്. വഹാബികളുടെ പള്ളിയിൽ ഈത്തിക്കാഫ് ഇരിക്കുന്നതിൻ്റെ വിധിയുണ്ട്. അവിടെ ഈത്തിക്കാഫ് ഇരുന്നാൽ കൂലി കിട്ടുമോ? മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. ഇതൊരു പുതിയ ചോദ്യമാണ്. കേൾവിക്കാൻ കേട്ടോന്നറിയില്ല. കേൾവിക്കാൻ ഉസ്താദ് കേട്ടോന്നറിയില്ല. ഇപ്പൊ ചോദിച്ച ചോദ്യം, പുത്തൻവാദികളുടെ പള്ളിയിൽ ഈത്തിക്കാഫ് ഇരുന്നാൽ കൂലി കിട്ടുമോ, അതിന്റെ വിധി എന്താണ് എന്നാണ്. സക്കി ഉസ്താദ് കേട്ടില്ലേ? പുത്തൻവാദികളുടെ പള്ളിയിൽ ഈത്തിക്കാഫ് ഇരുന്നാൽ കൂലി കിട്ടുമോ? അത് വലിയ കുറ്റം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ന്യൂ ലോഗ് ഒരു പുത്തൻവാദിയുടെ പള്ളിയിൽ സുന്നിയായ ഒരാൾ ഈത്തിക്കാഫ് ഇരിക്കുമ്പോ, ഒന്ന് ആ പുത്തൻവാദികളോടുള്ള സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കാൻ അതിലൂടെ അതിനൊരു കാരണം എന്ന നിലക്ക് അതാകാം. കാരണം പുത്തൻവാദികളുടെ പള്ളിയാവുമ്പോ അവിടെ കയറി ഇറങ്ങുന്നവരും പോകുന്നവരും ഒക്കെ പുത്തൻവാദികളായിരിക്കുമല്ലോ. അതോടൊപ്പം അപ്പൊ അതോടൊപ്പം അത് കാണുന്ന പുത്തൻവാദികളുടെ പള്ളിയിൽ ഒരു സുന്നി പോയി ഈത്തിക്കാഫ് ഇരിക്കുന്നത് കാണുമ്പോ, ഇവിടെ അങ്ങനെ ഈത്തിക്കാഫൊക്കെ ഇരിക്കാം, ഇവിടുന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്യാം, ഇവരോട് തുടരുകയൊക്കെ ചെയ്യാം എന്ന ഒരു തെറ്റിദ്ധാരണ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ കർമ്മശാസ്ത്രപരമായി ഒരുപക്ഷെ ഒരു പുത്തൻവാദിയുടെ പള്ളിയിൽ ഈത്തിക്കാഫ് സാധുവാകുമെന്ന് പറയാമെങ്കിലും ആരിലായ കാരണം കൊണ്ട് എന്ന് പറയും. ആരിലായ കാരണം കൊണ്ട് അത് ഹറാമും കറാഹത്തൊക്കെ ആകും. അപ്പൊ ഒരു വിഷയം തന്നെ, ഒരേ വിഷയത്തിന് വിധിയുടെ വിവിധ മുഖങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരേ വിഷയത്തിന് ഒരേ സമയത്ത് തന്നെ സഹീഹാകും, അതേ സമയത്ത് അത് ഹറാമാണ്. ആ രീതിയിൽ പല സംഗതികളും ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു മഹസൂബായ പിടിച്ചുകെട്ടപ്പെട്ട ഒരു സമ്മതമില്ലാത്ത അന്യായമായി കൈവശം വെക്കുന്ന ഒരു ഭൂമിയിൽ നമ്മൾ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, നിസ്കരിക്കുകയാണെങ്കിൽ, ആ നിസ്കാരം സാധുവാകുമെന്ന് പറയാ, അതേ സമയത്ത് അത് ഹറാമാണ് താനും. ഇങ്ങനെ ഇതുപോലെ പുത്തൻവാദികളുടെ പള്ളിയിൽ ഈത്തിക്കാഫ് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുപോലുള്ള അവരുടെ നന്മയുടെ മേൽ തെറ്റിദ്ധരിപ്പിക്കുന്ന, അവർ നല്ലവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ആ രീതിയിൽ അവരുടെ പള്ളികളുമായി നമ്മൾ പെരുമാറുന്നത്, അല്ലെ അവരുമായി പെരുമാറുന്നത്, അത് ദഅവത്തുമായി ബന്ധപ്പെട്ട ഒരു തെറ്റാണ്. മനുഷ്യരെ വലാലത്തിലേക്ക്, പിഴവിലേക്ക് നയിക്കാൻ കാരണമാകുന്ന ഒരു പണിയാണ് എന്ന നിലക്ക് അത് പാടില്ലാതിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ന്യൂ ലോഗ് അങ്ങനെ പുത്തൻവാദിയുടെ പള്ളിയിൽ ഈത്തിക്കാഫ് ഇരിക്കുക, അത് നമ്മൾ ചെയ്യരുത്. നമ്മൾ നമ്മുടെ പള്ളിയിലല്ലേ ഈത്തിക്കാഫ് ഇരിക്കേണ്ടത്. നമ്മൾ നമ്മുടെ വീട്ടിലാണല്ലോ നമ്മൾ ഇരിക്കുക. വേറെ ആളുടെ വീട്ടിൽ പോയി നമ്മൾ ഇരിക്കുവോ? നമ്മുടെ ഓഫീസിലാണല്ലോ നമ്മൾ ഇരിക്കുക. വേറൊരു സംഘടനയുടെ ഓഫീസിൽ നമ്മൾ പോയി ഇരിക്കില്ലല്ലോ. അപ്പൊ ഇതുപോലെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം സുന്നികളുടെ പള്ളിയാണ് അവരുടെ പള്ളി. ആ പള്ളിയിലാണ് അവർ പോകേണ്ടത്. നമ്മുടെ കല്യാണം, നമ്മുടെ പരിപാടികൾ, നമ്മുടെ പ്രോഗ്രാമുകൾ, അതല്ലേ നമ്മൾ വിജയിപ്പിക്കുക. അതുപോലെ നമ്മുടെ സ്ഥലം, നമ്മുടെ പള്ളി, ആ പള്ളിയാണ് നമ്മുടേത്. പുത്തൻവാദികൾ നമ്മളല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പുത്തൻവാദിയുടെ പള്ളിയിൽ പോകേണ്ടതില്ല, പോകരുത്, പോകാതിരിക്കുകയാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ന്യൂ ലോഗ് സംശയം തീർന്നില്ലേ മൈക്കിലേക്ക് വരാം. അതുപോലെ കേൾവിക്കാർ മൈക്കെടുത്തതിന് ശേഷം നമ്മുടെ അബ്ദുള്ള വടക്കാങ്ങനെ തിരിച്ചെത്തിയെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും മൈക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും ന്യൂ ലുക്കിന്റെ പിന്നെ ചോദ്യത്തിന്റെ മറുപടി ഉസ്താദ് പറഞ്ഞെടുക്കാട്ടല്ലോ അല്ലേ? കേട്ടില്ലേ? ന്യൂ ലുക്ക് വിഷയം മനസ്സിലായില്ലേ? കേട്ടു. അത് മാത്രല്ല, വേറെ ഒരുപാട് കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതും കൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാ. പ്രത്യേകിച്ചും പുത്തനാശയക്കാരെ, പുത്തൻവാദികൾ എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിക്കുകയാണ് മസ്ബൂത്ത്. അതിപ്പോ നമ്മളെ നാട്ടില് മുജാഹിദിന്റെ കുറെ ഗ്രൂപ്പുകളുണ്ട്. ജിന്നു മുജാഹിദ്, ആട് മുജാഹിദ്, പേട് മുജാഹിദ്, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട്, വിശുദ്ധം മുജാഹിദ്, അങ്ങനെയൊക്കെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടതും. പിന്നെ അതുപോലെ തന്നെ മൗദൂദികൾ എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാര്, അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത്, ഇവരൊക്കെയാണ് പുത്തൻവാദികൾ. അപ്പൊ അത്തരം ആളുകളുടെ പള്ളിയിൽ പോയാൽ വേറെയും കുഴപ്പമുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ അബ്ദുരിങ്ങല്ലൂർ അടിച്ച മാതിരി മുജാഹിദുകളൊക്കെ പറയാറുള്ളത് പെണ്ണുങ്ങളൊക്കെ ഇരിക്കലുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ മുജാഹിദിന്റെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും പള്ളിയിൽ, മൗലവിമാരും ഉണ്ടാവും, അവരെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ പള്ളിയില് ആയിരിക്കും ഒന്നായിട്ട് എന്തുണ്ടാവും, അങ്ങനെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ കടന്നുറങ്ങുണ്ടാവും. അതിന്റെ ഇടയിൽ നിങ്ങൾ അവിടെ ചെന്ന് കുത്തിരുന്നാല്, ഇരുന്നാൽ അതാ മറ്റുള്ളവർക്ക് അവർക്കൊരു ശല്യം കൂടി ആവും. അത് അങ്ങനെയൊരു കുഴപ്പമുണ്ട്. അതാണ് പറയാൻ കാരണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളാ വഴിക്ക് പോകാതിരിക്കുക, നമ്മളെ കണ്ടില്ല കേട്ടില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളവർക്ക് നമ്മളത് കയറാതിരിക്കലാണ് നല്ലത്. ഓക്കെ, ഞാൻ വയ്ക്കൂട്ടു. അള്ളാഹിന്റെ റസൂല് ഇവിടെ നിയോഗിക്കപ്പെട്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് പഠിപ്പിക്കാനാണ്. അതല്ല അള്ളാഹുവിനെ മാത്രം അള്ളാഹുവിനോട് ചോദിച്ചാൽ നമ്മൾ നേരിട്ട് ചോദിച്ചാൽ ശരിയാവില്ല. അതിന്റെ ഇടയിൽ ഒരാൾ വേണമെന്ന് പറഞ്ഞത് പുത്തനാശയമായിട്ട് വന്നത് ഇപ്പോൾ സുന്നികൾ എന്ന് പറയുന്ന നിങ്ങളാണ്, മുജാഹിദ് ജമാഅത്തും അല്ല. അല്ല, അപ്പൊ ഇവിടെ നേരത്തെ ഇവിടെ ഒരു ആയത്ത് ഇവിടെ അടിച്ചിരുന്നല്ലോ, ഒന്നുകൂടി ഇവിടെ അടിച്ചാട്ടെ. അള്ളഹാനോട് നേരിട്ട് ചോദിക്കാതെ അതിന്റെ ഇടയിൽ ഒരാളെ ആക്കിയിട്ട് ചോദിക്കാൻ അത് അള്ള ഉള്ളപ്പോ പറഞ്ഞേ. എവിടെ ആയത്തൊന്നും കൂടി ഇവിടെ അടിച്ചാട്ടെ. ഇതല്ല നേരത്തെ ഇവിടെ അബ്ദുരിങ്ങല്ലൂർ അടിച്ചിരുന്നില്ലേ, യാ അബാനസ്തഗ്ഫിർ ലനാ എന്ന് പറഞ്ഞ ആയത്ത്. അതാ ഖാലു യാ അബാനസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. കണ്ടോ, ഇടക്കൊരാളെ വെച്ചിട്ട്, ആര്? യാക്കൂബ് നബിന്റെ മക്കള് എന്ത് ചെയ്യാ? ഇടക്കൊരാളെ വെച്ചിട്ട് വാപ്പാനെ മുന്നിൽ നിർത്തിയിട്ട് വാപ്പാനെ കൊണ്ട് എന്ത് ചെയ്യാ? അള്ളഹാനോട് ചോദിപ്പിക്കാണ്. നിങ്ങൾ പറയാ അത് പാടില്ല, അത് സുന്നികള് ചെയ്യണ പണിയാണ്. ഇത് സുന്നികൾ ഉണ്ടാക്കിയ ആയത്താ? ഇതിപ്പോ സുന്നികൾ ഉണ്ടാക്കിയ ആയത്താ സുഹൃത്തുക്കളെ. ഖാലു യാ അബാനസ്തഗ്ഫിർ ലനാ അബ്ദുള്ള എത്തിയിട്ടുണ്ട് ഉസ്താദെ, അബ്ദുള്ള തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നാ അബ്ദുള്ളക്ക് തന്നെ മൈക്ക് കൊടുക്കാം. ഉമ്മളിസാദ് ഇതാ പോയാ. അപ്പൊ അബ്ദുള്ള കുമ്മോളി ഉസ്താദ് പറഞ്ഞിരുന്നത് ചോദിച്ചല്ല, ഞാൻ ഏറ്റവും അടുത്തുണ്ടൊക്കെ മധ്യവർത്തിയെ നിർത്തി, ഇടയാളനെ നിർത്തി. അപ്പൊ ഇടക്കൊരാളെ നിർത്തലും ഇടക്കൊരു ശുപാർശകനെ നിർത്തലൊക്കെ അത് പാടില്ലാത്തതാണ്, അത് ശിർക്കാണെന്നാണ് മുജാഹിദൊക്കെ പറയാറുള്ളത്. അതാണ് നേരത്തെ എന്ത് ചെയ്തിരുന്നത് ഉസ്താദ്
പറഞ്ഞിരുന്നത്. അന്നാണ് എന്ത് ഇതിന്റെ ഇടയ്ക്ക് അബ്ദുള്ള പുറത്തു പോയി, ഉസ്താദും പോയി ഇരിക്കട്ടെ. ഇവിടെ നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച ചർച്ച അബ്ദുള്ള വടക്കാങ്ങര പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരെ എന്താക്കാം, തവസ്സുലാക്കാം, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാം, അവരെ ഇടയാളനാക്കാം, പക്ഷെ മരണപ്പെട്ടാ പിന്നെ പാടില്ല എന്നാണ്. അത് ഖുർആനിലാണോ പറഞ്ഞത് പാടില്ലാന്ന്, അതോ ഹദീസിലാണോ പറഞ്ഞത്? അത് പറയാൻ വേണ്ടി 2 പ്രാവശ്യം അബ്ദുള്ളക്ക് മൈക്കെടുത്താൽ നിങ്ങൾ പറയേണ്ടത് ഞാൻ അഥവാ നിങ്ങൾ പാടില്ല എന്ന് പറഞ്ഞത് ഇതാ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഹദീസിൽ ഇതാ റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, വഫാത്തായ പിന്നെ അവരെ കൊണ്ട് തവസ്സുൽ പാടില്ല. അഅ്മാലു സാലിഹാത്തും ജീവിച്ചിരിക്കുന്നവരും മാത്രമേ തവസ്സുലിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ആ തെളിവ് പറയാനാ പറഞ്ഞത്. അത് പറഞ്ഞോളൂ, ഞാൻ മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ പറഞ്ഞത് കേട്ടിരിക്കും, അതിനിടയ്ക്ക് എന്നെ ആരോ ബൗൺസ് ചെയ്യുന്ന തോന്നുന്നത്. ഞാൻ പുറത്തുപോയി, പിന്നെ കിടക്കാൻ സാധിച്ചില്ല. പിന്നെ ഇപ്പോൾ വന്നതാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതാണ് അതിനുള്ള തെളിവ്, പിന്നെ കേൾക്കാതിരുന്നതാണ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിന് ഉള്ള തെളിവ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് റസൂലില്. ഈ റസൂലിന്റെ ജീവിതകാലത്ത് എവിടെയെങ്കിലും ഇബ്രാഹിം നബിയെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി മരിച്ചു പോയിരുന്നില്ലേ, ആ ഇബ്രാഹിം നബി അതൊന്നല്ല ഞാൻ ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആയത്ത് തോന്നണമെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിൽ മാതൃക ഇല്ല എന്ന് ഇവിടെ ആരെങ്കിലും പറയണം. അങ്ങനെ നമ്മളാരെയും പറഞ്ഞിരുന്നോ സുഹൃത്തുക്കളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉത്തമ മാതൃക ഉണ്ടെന്നോ ഇല്ലാന്നോ അങ്ങനെ തർക്കം ഇവിടെ നമ്മളെ ഇടയിൽ ഉണ്ടോ? നമ്മൾ നടത്തിയോ? ഇല്ലല്ലോ. അതല്ലല്ലോ നമ്മളിവിടെ സംസാരിച്ചത്. അബ്ദുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉത്തമ മാതൃക ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ നിങ്ങൾ ഓതിയ ആയത്ത് വളരെ കറക്റ്റാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ എന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളിൽ ഉത്തമമായ മാതൃക ഉണ്ട്. അതായത് അതിന് തെളിവാണ്. അങ്ങനൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് അബ്ദുള്ള വടക്കാങ്ങരയോട് ചോദിച്ചത്, ജീവിച്ചിരിക്കുന്നവരും അഅ്മാലു സാലിഹാത്തും മാത്രമേ പിന്നെ തവസ്സുലാക്കാൻ പാടുള്ളൂ, വഫാത്തായാൽ പിന്നെ തവസ്സുൽ പാടില്ല. അത് പാടില്ല എന്ന് ഖുർആനിൽ എവിടെ പറഞ്ഞത് എന്നാ ചോദിച്ചത്. നിങ്ങളിപ്പോ ഓതിയായത്തിൽ അങ്ങനെ ഒരു വിഷയം തന്നെ പറഞ്ഞിട്ടില്ല. അവിടെ ഒരു തവസ്സുലും പറഞ്ഞിട്ടില്ല, ജീവിച്ചിരിക്കണവും പറഞ്ഞിട്ടില്ല, വഫാത്തും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ഉണ്ടോ സക്കി ഉസ്താദെ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ എന്ന് പറഞ്ഞ ആയത്തിൽ ജീവിക്കാന്നോ മരിക്കാന്നോ തവസ്സുലെന്നോ അങ്ങനെ ഒരു വിഷയമേ അതിൽ പരാമർശിക്കണില്ല. ഉണ്ടോ? ഉണ്ടോ ഉസ്താദുമാരെ? ഇല്ല. അപ്പൊ അബ്ദുള്ള, അത് നമ്മളെ വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളിൽ ഉത്തമ മാതൃക ഉണ്ടോ ഇല്ല നമുക്കൊരു തർക്കമില്ലല്ലോ. നല്ല മാതൃക തന്നെയല്ലേ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളിൽ ഉത്തമ മാതൃക, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളിലാണ് മാതൃക ഉള്ളതെന്ന് വിശ്വസിക്കുന്നവരാ മുഅ്മിനീങ്ങളെല്ലാവരും, മുസ്ലിമീങ്ങളെല്ലാവരും. അതിലാർക്കും തർക്കമേ ഇല്ല. ഇവിടെ തർക്കമുള്ളത് എന്താണ് അബ്ദുള്ള? തർക്കമുള്ളത് നിങ്ങൾ കൊണ്ടുവന്ന തർക്കമാണ്. എന്താ തർക്കം? ജീവിച്ചിരിക്കുന്നവരെ കൊണ്ടേ തവസ്സുൽ പാടുള്ളൂ, അഅ്മാലു സ്വാലിഹാത്ത് കൊണ്ടും ജീവിച്ചിരിക്കുന്നവരെ കൊണ്ടുമേ തവസ്സുൽ പാടുള്ളൂ, വഫാത്തായ പിന്നെ തവസ്സുൽ പാടില്ല. അതിന്റെ തെളിവാൻ ചോദിക്കണത്. ആ ആയത്താ ഓതേണ്ടത്. ഓക്കെ, കൂട്ടു. കണ്ട അബ്ദുള്ള മൈക്കെടുക്കണില്ല. എന്നാ മസ്ബൂത്ത് മൈക്കെടുത്തോളൂ. അബ്ദുള്ള മൈക്കെടുക്കണില്ലെങ്കിൽ പിന്നെ മസ്ബൂത്ത് എടുത്തോളൂ. ഇവിടെ കിട്ടേണ്ടത് പാടില്ല എന്ന് പറഞ്ഞതിനുള്ള തെളിവാൻ കിട്ടേണ്ടത്. അത് ഒന്നിരിക്കെ അല്ല പറയണ്ടോ. അബ്ദുള്ള പോയി കണ്ടോ? അപ്പൊ ആരൊന്നും ചെയ്താൽ അബ്ദുള്ള പോയതല്ലേ സുഹൃത്തുക്കളെ?
അബ്ദുള്ള സ്വയം ഇറങ്ങി ഓടിയതല്ലേ? അതാ വന്നു, രണ്ടാമത് വന്നു. ഓക്കെ. മാഷാ അല്ലാ, രണ്ടാമത് തിരിച്ചെത്തിയിട്ടുണ്ട്. അബ്ദുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നോ? ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നോ? കേട്ടിരുന്നെങ്കിൽ ഒന്ന് അനുസരിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്നുകൂടി ആവർത്തിക്കണം. പിന്നെ ഇല്ലല്ല, ആരും മനുഷ്യൊന്നുമല്ല, മൂപ്പര് പോയത് തന്നെ. കേട്ടിക്കണം കേട്ടാ. എന്നാ ആയത്ത് ഓതിക്കോളൂ. നിങ്ങൾ നേരത്തെ ഓതി ആയത്തുണ്ടല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നുള്ള ആയത്തില് തവസ്സുലിന്റെ വിഷയവും ഇല്ല, അതിന് മരിച്ചവരും ഇല്ല, അവര് ജീവിച്ചിരിക്കുന്നവരും ഇല്ല, ഇടയാളൻ ഒന്നും അതിലില്ല. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ മാതൃക ഉണ്ട് എന്നാണ്. അതിനിപ്പോ ഉത്തമ മാതൃക ഉണ്ടോ ഇല്ല എന്നുള്ളൊരു തർക്കം നമുക്കില്ലല്ലോ. മനസ്സിലായോ? ഇവിടെ വേണ്ടത് എന്താണ്? നിങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുള്ളൊരു വിഷയം, അതിന്റെ ആയത്താ കിട്ടേണ്ടത്. അതുകൊണ്ട് ഓതിക്കോളി, ഇല്ലെങ്കിൽ അതീസ് ഓതിക്കോളി, ഞാൻ മൈക്ക് വിട്ടു. ഇനി അത് രണ്ടും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല, ഞാൻ മൈക്ക് വിട്ടു. ഉസ്താദ്, ഞാനിതൊക്കെ ഓതുമ്പോഴേക്ക് നിങ്ങള് മൈക്ക തട്ടിപ്പിടിച്ച് വാങ്ങുകയാണ്. അതാണ് പ്രശ്നേ. ഞാൻ ആദ്യം ഒന്നേ ഓതിയിട്ടുള്ളൂ, പിന്നെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് റസൂലില്. ഈ റസൂലിന്റെ 63 വർഷമല്ലേ റസൂൽ ജീവിച്ചത്. ഈ ജീവിതകാലത്തിനുള്ളില് റസൂല് ഇബ്രാഹിം നബി, മരിച്ചുപോയ എത്രയോ മഹാത്മാക്കൾ ഉണ്ടായിരുന്നു. നൂഹ് നബി, ഇബ്രാഹിം നബി, ആദം നബി, അങ്ങനെയുള്ള ധാരാളം പ്രവാചകന്മാര്, പിന്നെ ഉസൈർ പോലുള്ള സാലിഹ ആളുകള്, ഇവരെല്ലാം ഉണ്ടായിരുന്നു പിന്നെ മരിച്ചുപോയത്. അവരോട് ദ്വാർക്കാൻ പറഞ്ഞോ? ജീവിതകാലത്ത് ദ്വാർക്കാൻ പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ദ്വാ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുമായിട്ട് ഇടയാളനാക്കിയിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്ന സമയത്ത്. പിന്നെ റസൂലിന്റെ മാതൃക എന്താണ്? റസൂലിന്റെ മാതൃക, തവസ്സുലുള്ള മാതൃക, അത് ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു തവസ്സുലുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം ഉണ്ടല്ലോ, അത് തവസ്സുലായിട്ട് ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാളോട് പറയുക, സഹായം ചെയ്യുക, പരസ്പരം സഹായം ചെയ്യുക, ചോദിക്കുക, അത് ഒരു സഹായം എന്നുള്ളൂ. ഒരു സഹായം ചോദിക്കുക, അത് മറ്റുള്ള സഹായങ്ങൾ ചോദിക്കും പോലെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണേ, പ്രാർത്ഥിക്കണേ, അതൊരു സഹായം ചോദിക്കലാണ്. ുള്ള മാധ്യമമാക്കലാണ്. ഏത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. തവസ്സുൽ, സ്ഥിരപ്പെട്ട തവസ്സുല്, അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്ന കാര്യത്തിൽ തവസ്സുലാക്കി ആര്? 3 ആളുകള്. അത് ഹദീസിൽ സ്ഥിരപ്പെട്ട ആളോ? അത് ജായിസാണ്. 3 ആളുകള് തവസ്സുലാക്കി. ഇപ്പൊ ഒരുപാട് നിങ്ങള് ഉറുദി പറഞ്ഞു, അത് പറഞ്ഞു, പ്രസംഗിച്ചു. ഇപ്പൊ മൈക്ക് വാങ്ങിയതിനാലോ തർക്കമില്ലാത്ത വിഷയങ്ങൾ പറയണത്. അതിവിടെ തർക്കമില്ലല്ലോ. ഇനിയിപ്പോ 3 ആള് തവസ്സുലാക്കി, അത് തർക്കമില്ലാത്ത വിഷയം എന്തിനാ അബ്ദുള്ള വിശദീകരിക്കണ്? ഇവിടെ ഇപ്പൊ തർക്കമുള്ളത് എന്താണ്? അബ്ദുള്ള കൊണ്ടുവന്ന തർക്കം എന്താ? ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് എന്ത് ചെയ്യാം? തവസ്സുലാക്കാം. അയമാലു സാലിഹാത്ത് കൊണ്ടും തവസ്സുലാക്കാം. ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്? അതല്ലേ പറഞ്ഞത്? അബ്ദുള്ള ആണെങ്കിൽ ഒന്ന് അനുസരിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ യോജിക്കുന്ന, നിങ്ങൾ പറഞ്ഞ കാര്യമാണെങ്കിൽ മാത്രമേ എസ് അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ നോ അടിച്ചോളൂ, ഞാൻ മൈക്കൂടാ. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? അയമാലു സാലിഹാത്തും ജീവിച്ചിരിക്കുന്നവരും. നോ, എന്നാ പിന്നെന്താ പറഞ്ഞത്? ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു, പറഞ്ഞോളൂ. അബ്ദുള്ള സമയം കളയരുത്. കണ്ടോ, അപ്പൊ അബ്ദുള്ള പിന്നെയും പോയി. ഇതാളെ സ്വീപ്പാക്കണ പണിയാണെന്ന് മൈക്കിട്ടിട്ട് പോവാ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അതാ പഞ്ഞിപ്പോ മുപ്പരതായ വന്നിക്കണ്. പിന്നെ കണ്ടോ, അബ്ദുള്ള മൈക്കെടുത്തിട്ട് പിന്നെ എന്താ നിങ്ങൾ പറഞ്ഞത്? തവസ്സുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മധ്യവർത്തിയാക്കുക എന്നല്ലേ, ഇടയാളനാക്കുക എന്നല്ലേ. അപ്പോ ജീവിച്ചിരിക്കുന്ന വ്യക്തിയെ ഇടയാളനാക്കാം, പിന്നെ അയമാലു സ്വാലിഹാത്തിനെയും മധ്യവർത്തിയാക്കാം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ നോ എന്നാ പറഞ്ഞത്. എന്നാ പിന്നെ എന്താ നിങ്ങൾ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞോളൂ.
ഞാൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് നീ പ്രാർത്ഥിക്കണം. അത് നിന്റെ പ്രാർത്ഥന വേറെയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് വേറെയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നേ ഇല്ല അവിടെ. ഞാൻ കേൾവിക്കാരൻ ഉസ്താദിനോട് നിങ്ങൾ അള്ളാഹു. ശരി, അപ്പോ അള്ളാഹുവിന്റെയും ഈ പ്രാർത്ഥിക്കാൻ പറയുന്ന വ്യക്തിയുടെയും ഇടയിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയെ ഒരു മധ്യവർത്തിയാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചടിച്ചാൽ മതി. ഒരു മധ്യസ്ഥൻ, ഒരു ഇടയാളൻ, രണ്ടാളുടെയും ഇടക്കുള്ള ഒരു ഇടയാളനാക്കലുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചടിച്ചാൽ മതി. അബ്ദുള്ള ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ. നിങ്ങൾ അങ്ങനെ പയത് പറഞ്ഞു പോയാൽ നമുക്കിത് കാര്യം തിരിയില്ലല്ലോ നന്നായിട്ട്. അതുകൊണ്ടാണ് അബ്ദുള്ള ഒരാളോട് എന്ത് ചെയ്യുന്നു? അബ്ദുള്ള ഒരാളോട് നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. ഈ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ആരോടാണോ ആവശ്യപ്പെടുന്നത് ആ വ്യക്തിയെ നിങ്ങളുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള ഒരു മധ്യവർത്തി, അഥവാ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ഇടയാളൻ, ഇടക്കൊരാളാക്കലല്ലേ എന്നാ ചോദിക്കുന്നത്. ആണോ അല്ലേ? ആണെങ്കിൽ ഒന്ന് അടിച്ചോളൂ, അല്ലെങ്കിൽ അടിച്ചോളൂ. വേഗം വേണം അബ്ദുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ അബ്ദുള്ള കേൾക്കൂല. അല്ല, നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു പോയിന്റ് ഇവിടെ ഉറപ്പാവണ്ടേ? നിങ്ങൾ പല പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ നിങ്ങൾ തർക്കമില്ലാത്ത കുറേ വിഷയങ്ങൾ പിന്നെയും പറയാൻ. അങ്ങനെ ഈ സമയം വെറുതെ നഷ്ടപ്പെടുത്താണ്. ഞാൻ ചോദിക്കുന്നത് അബ്ദുള്ള വളരെ ലളിതം. ഞാനിപ്പോ ഉദാഹരണം പറയാം. ഞാൻ അബ്ദുള്ളയോട് പറയാണ്, അബ്ദുള്ള എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന്, ഞാൻ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി നിങ്ങളെ ഏർപ്പാടാക്കുന്നു. ആരോട്? അള്ളാഹുവിനോട്. ഞാൻ ചോദിക്കണില്ല. അതന്നെ നിങ്ങൾ പറഞ്ഞു തന്നെ ഞാനും പറഞ്ഞത്. ഞാൻ ചോദിക്കണേയില്ല, അവിടെ ദ്വായയില്ല, അള്ളാഹിനോടും ചോദിക്കണില്ല, നിങ്ങളോടും ദ്വാരക്കണില്ല. പിന്നെ എന്താ ചെയ്യണത്? നിങ്ങളെ ഞാൻ ഒരു മധ്യവർത്തിയാക്കുന്നു. എന്റെയും അള്ളാഹുവിന്റെ കാര്യം അള്ളാഹ് അറിയാൻ വേണ്ടിയിട്ട്. ഇത് എന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ അബ്ദുള്ളാനെ ഒരു മധ്യവർത്തിയാക്കലല്ലേ എന്നാ ഞാൻ ചോദിക്കണത്. ആണെങ്കിൽ ആണ്, എസ് അടിച്ചോളൂ, ഇല്ലെങ്കിൽ നോ അടിച്ചോളൂ, ഞാൻ മൈക്കവിടാന്ന് നേരത്തെ പോലെ. സുഹൃത്തുക്കളെ, ഈ ഞാൻ ശ്രോതാക്കളോട് ചോദിക്കുക. നോ, കണ്ടോ ഇപ്പൊ പറഞ്ഞു നോ എന്ന്. പിന്നെ ഇതിനെന്തെന്നാ പറയാ? കണ്ടില്ലങ്ങള്, ഇതിന് നോ എന്നാ മുപ്പരടിക്കണത്. മനസ്സിലായോ? എന്താ പിന്നെ ഇതിനെന്താന്നാ പറയാ? ഈ ഇടക്കുള്ള ആൾക്ക് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല. ഉദാഹരണം നേരത്തെ ഖുർആനിൽ പറഞ്ഞു തന്നെ. യാക്കൂബ് നബിയുടെ വാപ്പാട് പറയുന്നു, മക്കള് യാക്കൂബ് നബിയോട് പറയുന്നു, യാ അബാനസ്തഗ്ഫിർ ലനാ, അള്ളാഹുവിനോട് വാപ്പ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം എന്ന്. അവർ പൊറുക്കലിനെ തേടുന്നില്ല, അവരല്ലാഹിനോട് പൊറുക്കലിനെ തേടുന്നില്ല. പിന്നെ ഇബ്രാഹിം നബി പൊറുക്കലിനെ തേടണം എന്നാ പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി പൊറുക്കലിനെ തേടുമ്പോൾ ഈ മക്കളുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്ന, പറയാനുള്ള ഒരു മീഡിയേറ്റർ, ഒരു മധ്യസ്ഥൻ, ഒരു ഇടയാളൻ ആക്കലല്ലേ ഇത് സുഹൃത്തുക്കളെ? അല്ലേ? നിങ്ങളൊക്കെ അഭിപ്രായത്തില് ആണോ? ഇബ്രാഹിം നബി അല്ലേ? യാക്കൂബ് നബി ഇബ്രാഹിം നബി എന്ന് പറഞ്ഞു പോയോ? അങ്ങനെ തെറ്റിയിട്ടുണ്ടാവും. യാക്കൂബ് നബിയുടെ മക്കൾ, സോറിട്ടാ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ യാക്കൂബ് നബിയോട് പറഞ്ഞു, യാ അബാനസ്തഗ്ഫിർ ലനാ, വാപ്പാ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. കണ്ടോ? യാക്കൂബ് നബിന്റെ മക്കള് പറഞ്ഞില്ല, യാ അബാനസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ആയത്ത് അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? അങ്ങനെ തന്നെയല്ലേ? ഞാനിവിടെ ഇതിൽ അടിച്ചത് കണ്ടിട്ട് അങ്ങനെ ഇത് ചെയ്യണത്.
ആ എന്താ പറഞ്ഞത്? യാ അബാന, ഞങ്ങളുടെ പിതാവേ, ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് വേണ്ടി വാപ്പ അള്ളാഹുടെ പൊറുക്കലിനെ തേടണം, ഞങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുടെ ശുപാർശ ചെയ്യണം, റെക്കമെൻഡ് ചെയ്യണം. മനസ്സിലായോ? എന്ത്? ദുനൂബന, ഞങ്ങളെടുത്തുള്ള തെറ്റ്, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, ഞങ്ങളുടെ ദോഷങ്ങൾ. ഇന്നാ കുന്നാ ഖാത്തിഈൻ, നിശ്ചയം ഞങ്ങള് പിഴച്ചു പോയിട്ടുണ്ട്, ഞങ്ങളടുത്ത് അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്, തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്. അത് പുറത്തു തരാൻ വേണ്ടി വാപ്പ അള്ളാഹുട് ശുപാർശ ചെയ്യണം, അള്ളാഹുട് റെക്കമെൻഡ് ചെയ്യണം, അള്ളാഹുവിനോട് ഞങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി വാപ്പ ആവശ്യപ്പെടണം എന്നാ പറയണത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഈ മക്കൾ അള്ളാഹുവിനോട് ചോദിക്കണില്ല, വാപ്പാനെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ വാപ്പ ഈ മക്കളുടെ കാര്യം നേടാൻ അള്ളാഹുവിന്റെ ഇടയിലുള്ള, മക്കളുടെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ, ഒരു മധ്യവർത്തിയാക്കലല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോ അബ്ദുള്ള പറയുന്നു, അല്ല, അത് മധ്യവർത്തി അല്ല. ഇനിയിപ്പോ എന്താ അതിന് പറയാ സുഹൃത്തുക്കളെ? നിങ്ങളൊക്കെ അഭിപ്രായം നിങ്ങളൊക്കെ മനസ്സിലാക്കണേ എങ്ങനെ? അത് മധ്യവർത്തിയാക്കലാണോ, ഇടയ്ക്കൊരാളാക്കലാണോ? നമ്മൾ ചോദിക്കണില്ല, പകരം മറ്റൊരാളെ ചോദിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. ഇടയ്ക്കൊരാളാക്കലല്ലേ? ഇതല്ല എന്നാണ് കണ്ണടച്ചിട്ട് ആര് പറഞ്ഞത്? അബ്ദുള്ള പറയുന്നത്. മനസ്സിലായോ? അത് തലബാണെന്നാ നേരത്തെ പറഞ്ഞത്. തലബ് എന്ന് പറഞ്ഞാൽ എന്താ? തലബ് എന്ന് പറഞ്ഞാല് അപേക്ഷയാണ്. ആരോട് അപേക്ഷ? മക്കൾ ആരോടാ അപേക്ഷിച്ചത്? അള്ളാഹോടല്ല, പിന്നെ ആരോടാ? വാപ്പാട്. എന്താ അപേക്ഷിച്ചത്? വാപ്പ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹോട് പൊറുക്കണത് ചോദിക്കണം എന്നാ. മനസ്സിലായോ? ഞാൻ നേരത്തെ നമ്മുടെ നിത്യജീവിതത്തിലെ ഉദാഹരണം പറഞ്ഞു. മക്കൾ എന്ത് ചെയ്യും? ഉമ്മയെ മീഡിയേറ്റർ ആക്കും, മധ്യവർത്തിയാക്കിയിട്ട് വാപ്പാട് ചോദിക്കും, ഇല്ലേ? വാപ്പായിൽ നിന്ന് ഒന്നിരിക്കെ കാശിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ഉമ്മ വാപ്പാട് പറയും. അപ്പൊ ഉമ്മ ആരാപ്പ ഈ വിഷയത്തിൽ? ഉമ്മ ഒരു മീഡിയേറ്റർ, ഒരു മധ്യവർത്തി. ആരുടെ ഇടയില്? മക്കളുടെയും വാപ്പയുടെയും ഇടയില്. ഇങ്ങനെ തന്നെയല്ലേ? അല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ തന്നെയല്ലേ? അതെ. അതേപോലെ തന്നെ ഒരാളെന്ത് ചെയ്യുന്നു? മറ്റൊരാളോട് എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഈ വ്യക്തിയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു മധ്യവർത്തിയാക്കലാവുന്നു. ആരെ? ഈ ദ്വാരിപ്പിക്കാൻ ഏൽപ്പിക്കുന്ന ആളെ. അങ്ങനെ തന്നെയല്ലേ? ഉമ്മായ മക്കള് വാപ്പാട് ചോദിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് പോലെ അല്ല എന്നാണ് അബ്ദുള്ള വടക്കാങ്ങര പറയുന്നത്. അപ്പൊ വടക്കാങ്ങര ഭാഗങ്ങളില് ഇനി അതിനെന്താ പേര് പറയാന്നുള്ളത് അദ്ദേഹം പറയട്ടെ. അതാ അപ്പൊ പിന്നെയും പോയി. കണ്ടോ, മൈക്ക് മൂപ്പർക്ക് കൊടുക്കാൻ ഒഴുകിയപ്പോഴേക്ക് മൂപ്പര് പിന്നെയും പോയി. ഇങ്ങനെ 4 വട്ടം ഇങ്ങനെ പോയും വരികയും ചെയ്താൽ പിന്നെ നമ്മളാണ് വിടുമല്ലോ. മൂപ്പർക്ക് ഇതിന് ഉത്തരം പറയാതെ കഴിച്ചിലാവുകയും ചെയ്യാം. ഇപ്പൊ ഈ റൂമിലുള്ള ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ മലയാളം ശരിക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടു. ആർക്ക്? അബ്ദുള്ളക്ക്. അപ്പൊ പിന്നെ അബ്ദുള്ള ഇനി ഇവിടെ നിന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്താവും? എല്ലാവർക്കും കാര്യം കൂടുതൽ ബോധ്യപ്പെടും എന്ന് മനസ്സിലാക്കി പേടിച്ചത് കൊണ്ടായിരിക്കണം അബ്ദുള്ള വടക്കാങ്ങര ഇപ്പൊ ചെരുപ്പിടാതെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ന്യൂലുക്ക് മൈക്കെടുത്തോളൂ. ന്യൂനുക്കിലും മൈക്ക് വേണ്ടാവുന്നുണ്ട്. മസ്ബൂത്തല്ല ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ അബ്ദുള്ളാനെ സഹായിക്കാന്. മസ്ബൂത്തും പോയാ? അബ്ദുള്ള ഓടിയ വയ്യാലെ മസ്ബൂത്തും ഇനി ഇവിടെ നിന്നിട്ട് രക്ഷയില്ല എന്നുള്ളവർക്ക് തടിയെടുത്താ. മസ്ബൂത്തിനെ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? അതുണ്ടാവും. അവർ കുപ്പായം മാറിയിട്ട് വരും. പോയവരെന്ത് ചെയ്യും? അവർ വേറൊരു ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് വന്നാൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയില്ലല്ലോ.
ആരും കാണാനില്ല, തോമസ് ബൂത്തിനെയും കാണാനില്ല. അല്ലാ, ന്യൂ ലുക്കിനും മൈക്ക് വേണ്ട. മാഷാ അല്ലാ, നിയാസിനെ കാണൽ വളരെ അപൂർവമാണല്ലോ. നിയാസെ കറാഹത്ത് തന്നെ ആയിരിക്കും എല്ലാവർക്കും എന്ന് കരുതുന്നു. പിന്നെ നമ്മളെ ക്ലിപ്പുകളൊക്കെ ക്ലിപ്പിന്റെ ഉസ്താദന്മാര് ഒന്ന് വർക്കിലാണല്ലേ. എന്നാലും വേണ്ടില്ല, അള്ളാഹു തആല ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. ജോലി ഇല്ലാതിരുന്ന പ്രയാസല്ലേ. പിന്നെ നിയാസ്, അതുപോലെ തന്നെ നമ്മളെ ശീലൻ, വടക്കേക്കാട്, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ക്ലിപ്പിന്റെ ഉസ്താദന്മാരുണ്ട്. അവരൊക്കെ ചർച്ചാ സമയത്ത് ആക്റ്റീവ് ആയെങ്കിലേ ചർച്ച സ്ട്രോങ് ആവുള്ളൂ. അല്ലാഹു തആല അവർക്കൊക്കെ നമ്മുടെ റൂമുമായി സഹകരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രവർത്തകർക്കും ശ്രോതാക്കൾക്കുമൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അവരുടെ ജോലിയിലൊക്കെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കുടുംബത്തും മക്കളിലും എല്ലാം അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. വിനീതനായ എനിക്ക് വേണ്ടിയും നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അതുപോലെ മറ്റു ഉസ്താദുമാർക്കൊക്കെ വേണ്ടി നമ്മുടെ ഈ കൂട്ടായ്മയിൽ സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ റൂമിൽ പ്രത്യക്ഷത്തിൽ ആക്റ്റീവ് അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. റേഡിയോ വഴി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതിൻ്റെ പ്രചരണം നടത്തുന്ന പ്രവർത്തകരുണ്ട്, ഇവിടെയുണ്ട്, നാട്ടിലുണ്ട്. ഇതിൻ്റെ ദായിമാരുണ്ട്, ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ സംഘടനാ നേതൃത്വമുണ്ട്. അങ്ങനെ പലരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രവർത്തനവും അവൻ കബൂൽ ചെയ്യുന്ന സ്വാലിഹായ അമലായി അത് പരലോകത്ത് നമുക്ക് രൂപാന്തരപ്പെടുത്തി തരട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഇനി ആരും ഇല്ല തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇനി നമ്മുടെ പ്രവർത്തകരൊക്കെ മൈക്കിൽ വന്നോളൂ. ഈ പറഞ്ഞ വിഷയമോ കേട്ട വിഷയമോ ചർച്ച ചെയ്ത വിഷയങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലും ആർക്കും പറയാനുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യുക, മൈക്കിൽ വരാം. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഇന്നൊക്കെ നമ്മൾ കേൾപ്പിച്ച ആ സംസ്ഥയുടെ തീരുമാനവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഔദ്യോഗിക വക്താക്കൾ എന്തെങ്കിലും വല്ല പ്രതികരണവും നടത്തിയതായിട്ട് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യാം എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. നമ്മുടെ നിയാസ് കക്കാട് ഖത്തർ കൈപൊക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് മൈക്ക് റിലീസ് ചെയ്യുന്നു. എല്ലാ പ്രവർത്തകർക്കും മൈക്കിൽ വരാ എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച് എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ്. അദ്ദേഹത്തിൽ നിന്ന് ശരീഅത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയത് കൊണ്ട് ശരീഅത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ശരീഅത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയത് കൊണ്ട് അദ്ദേഹവുമായി വിട്ടു നിൽക്കേണ്ടതാകുന്നു എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ യാതൊരു ഇളവും ഇല്ല, യാതൊരു മാറ്റവും ഇല്ല. അത് പൊന്മളയോ ഞാനോ സയ്യിദ് അലി ബാഫഖി തങ്ങളോ അതല്ലെങ്കിൽ കോട്ടൂർ കുഞ്ഞു മുസ്ലിയാരോ ഖലീൽ തങ്ങളോ മറ്റേതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ റഈസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാരോ
അങ്ങനെ ഒരു വ്യക്തിയുടെ അഭിപ്രായമോ അഭിപ്രായത്തിനെതിരോ ഒന്നും അല്ല, ഏകകണ്ഠമായി തന്നെയാണ് ഉള്ളത് തന്നെ ഞാൻ കാലം അത്രയും. ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കേട്ട വോയിസ് ആരുടേതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താവിന്റെ സ്വന്തം നാവിൽ നിന്ന് വന്ന വാക്കാണ്. മുഷാവറയെ മുൻനിർത്തി പ്രഖ്യാപിച്ചതാണ്. ആ വാക്കിനേക്കാൾ വലിയ ഒരു വാക്ക് ഇനി സുന്നത്ത് ജമാഅത്തിന് വേറെ ആവശ്യമില്ല. ഞാര് തന്നെ പറഞ്ഞാലും ഞങ്ങൾക്ക് സുന്നികൾക്ക് അഥവാ കാന്തപുരം ഉസ്താദിന്റെ സമസ്തക്കാർക്ക്, സമസ്ത അംഗീകരിച്ചു പോരുന്ന അതിന്റെ പിന്തുടരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയ്ഖുന ഉസ്താദിന്റെ വാക്കിൽ പരിപൂർണ വിശ്വാസമാണ് എന്ന് ഞാൻ ആണയിട്ട് പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ഇനിയും നിങ്ങൾക്ക് കേൾക്കുക. ഹലോ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേട്ടല്ലോ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും കേട്ടില്ലേ ഇപ്പോ? SYS-ഉം SSF-ഉം ഒക്കെയാണ് സംഘടന. അതുപോലെ തന്നെ ദീനിന്റെ കാര്യം നോക്കാൻ AP ഉസ്താദിനെ ഉള്ളാൾ തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ AP ഉസ്താദ് പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഉസ്താദിന്റെ പിന്നിലായി തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പിന്നിൽ അടിയുറച്ച് നിന്നോളി. ഉസ്താദാണ് സമസ്തയെ നയിക്കുന്നത്. സമസ്തയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉസ്താദ് അത് തീരുമാനിച്ചോളൂ. നമ്മളതിന് കയറൂരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആവസയത്തോടു കൂടി ഞാൻ എൻ്റെ ഈ വോയിസ് ക്ലിപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുള്ള വീണ്ടും വന്നോ? അബ്ദുള്ള ഏതായാലും നിയാസ് കക്കാട് നമ്മൾ ഇന്നലെ നിങ്ങളെ കേൾപ്പിച്ചു. അൽഹംദുലില്ലാ. നമ്മൾ ഇന്നലെ ഫുള്ള് സജീവമായിട്ട് നമ്മളെ ഫുള്ള് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. നിങ്ങൾ കേട്ടിരിക്കുമെന്ന് തോന്നുന്നു. ഏതായാലും ഇന്നലെ നമ്മുടെ പ്രവർത്തകരും നമ്മുടെ ഉസ്താദന്മാരും എല്ലാവരും അത് ആഘോഷിക്കുക തന്നെയായിരുന്നു. കാരണം മഹാനായ കമറുൽമയുടെ അതുപോലെ തന്നെ മുഷാവറയിലെ മറ്റുള്ള എല്ലാവരുടെയും ഏകകണ്ഠമായ തീരുമാനം, ആ തീരുമാനങ്ങൾ ലൈവ് സഹിതം നമ്മൾ ഇസ്ലാമിക് മീഡിയയിലൂടെ കൊടുക്കുകയും അതിനുശേഷം നമ്മളത് വളരെ സജീവമായ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഉസ്താദന്മാരൊക്കെ അതിന്റെ വിശദമായ രൂപരേഖയിലേക്ക് കടന്ന് പറയുകയും മനസ്സിലാക്കി കൊടുക്കുകയും എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ അത് മനസ്സിലാക്കി കൊടുത്തതിന്റെ ഫലമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ കാരണം ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചതിന്റെ ഫലമായിക്കൊണ്ട്, സുന്നിയാണെങ്കിലും തെറ്റിദ്ധരിച്ചതിന്റെ ഫലമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള കള്ളത്തരീഖത്തിലേക്കും അതുപോലെ തന്നെ കള്ള ശൈഖന്മാരിലേക്കും മുരീദന്മാരൊക്കെ ആയിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും അത് അവരുടെ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മഹാന്മാരായിരിക്കുന്ന ഈ ഉസ്താദുമാരൊക്കെ ലേബിള് പറഞ്ഞുകൊണ്ട് അവര് പ്രസംഗിച്ച് നടക്കുകയും അവരുടെ ലേബലിൽ പറയുമ്പോൾ മാത്രമേ അവർക്ക് സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തപ്പോഴാണ് അവർ ഈ ചില നമ്മുടെ മഹാന്മാരെ ആ ഉസ്താദുമാരെയും സാദാത്തുകളൊക്കെ അവർ ലേബലായിക്കൊണ്ട് അവരെ മറയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചത്. അബ്ദുള്ളാന്റെ ഈ അബ്ദുള്ള അതുപോലെ തന്നെ മുസ്തഫ എന്നുള്ള ഈ ഐഡിയ ഒക്കെ ഇവരിങ്ങനെ പറയുമ്പോൾ നമ്മള് വളരെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഒരുപാട് ആ പേര് ഉദ്ധരിച്ചുകൊണ്ട് ഇവരെങ്ങനെ ആ രണ്ട് പേര് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് എടുത്തിട്ട് ഇവരെങ്ങനെ രൂപത്തിൽ പറയുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. കാരണം ഖേദമുണ്ട്. കാരണം ആ രണ്ട് പേരും അങ്ങനെ നമുക്ക് വളരെയധികം സങ്കടമുണ്ട്. കാരണം ആ പേരിൽ അറിയപ്പെട്ടുകൊണ്ട് തന്നെ അവർക്ക് പേരില്ല എന്ന് പറയുമ്പോൾ ഏതായാലും ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അതൊരു വേറെ വിഷയമാണ്.
അതെ 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 നമ്മൾ അതിനെ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഇവരുടെ മുരീദന്മാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ശേഖന്മാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ വരട്ടെ മതിക്കിലേക്ക്. അതന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഭാഗക്കൊക്കെ ഉണ്ടല്ലോ, ഭാഗക്കൊക്കെ ഒന്ന് റൈസാൻഡിന് മേലോട്ട് വരും. അതുപോലെ തന്നെ അബ്ദുള്ള വടക്കാങ്ങർക്ക് ചോദിച്ച ഉസ്താദ്മാരുണ്ട് കേട്ടോ. അബ്ദുള്ള വടക്കാങ്ങര് റൈസാൻഡ് ചെയ്തിരിക്കുന്നു. അബ്ദുള്ള വടക്കാങ്ങർക്ക് ചോദ്യം ചോദിക്കാം. പക്ഷെ അബ്ദുള്ള വടക്കാങ്ങരോട് ഒരു കാര്യം ചോദിക്കാണ്ട്. ഉസ്താദ്മാരെല്ലാവരും ഉണ്ട്, പ്രത്യേകിച്ച് ഭാഗത്തൊക്കെ ഉണ്ട്, കേൾക്കാർ ഉസ്താദ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അബ്ദുള്ള വടക്കാങ്ങരെ ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. പക്ഷെ അബ്ദുള്ള വടക്കാങ്ങർ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ഉദ്ധരിക്കണം. ഏതെങ്കിലും ഒരു കാര്യം പറയുകയും അതിന് ബന്ധപ്പെടാത്ത ഏതെങ്കിലും ഒരു തെളിവ് പറയുകയും ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒഴുക്ക് മട്ടത്തിൽ പോകുന്ന ഒരു തരത്തിലേക്ക് പോകരുത്. ഏതായാലും ഞാൻ അബ്ദുള്ള വടക്കാങ്ങലേക്കും മൈക്കൂടുന്ന ഉസ്താദ്മാരെല്ലാവരും ഉണ്ട്. ഒക്കെ ഉസ്താദ്മാർ വരുമെന്ന പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ഇവിടെ സംസാരിച്ച ആരോടെങ്കിലും അല്ലെങ്കിൽ നല്ലൊരാളോട് നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക, ദുആ കൊണ്ട് ദുആ പ്രാർത്ഥിക്കണമെന്ന് പറയുകയോ ചെയ്യുന്നത്, ഇത് തവസ്സുലാണോ ഇസ്തിഗാസയാണോ? തവസ്സുലും ഇസ്തിഗാസയും അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു തവസ്സുലുണ്ട്. അതെന്തായിരുന്നു? 3 ആളുകൾ ഒരിടത്ത് പോയി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ദുള്ള, അത് നിങ്ങളോട് പറഞ്ഞല്ലോ, അതാർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. അഴമാലുകളെ കൊണ്ടുള്ള തവസ്സുലിനെ കുറിച്ചുള്ള ഹദീസ് ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയാം. നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞു എന്ത് ഒരാളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് തവസ്സുലല്ല. അപ്പൊ ഇനി എന്താണത്? നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു തൊലബാണ്. ഈ തൊലബ് എന്നതിന്റെ ഉദ്ദേശം എന്ത്? തൊലബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഞങ്ങളൊക്കെ പഠിച്ച തേട്ടം, ആവശ്യപ്പെടൽ എന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പൊ അത് തവസ്സുൽ അല്ലേ? എന്താണ് തവസ്സുൽ എന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? അതൊന്ന് പറഞ്ഞാല്. തവസ്സുൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉണ്ടോ? അതിനൊരു അർത്ഥം ഉണ്ടല്ലോ, എന്താണത്? അതൊന്ന് പറഞ്ഞാൽ ഞങ്ങള്. നമുക്ക് 3 ആളുകൾ ഗുഹയിൽ പോയതും അവർ തവസ്സുലാക്കിയതൊക്കെ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കുന്ന വിഷയമാണ്. ഇവിടെ അതല്ല വിഷയം. ഇവിടെ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞിരുന്ന എന്തായിരുന്നു? അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക, ഇടയിൽ ഒരാളെയും മധ്യവർത്തിയാക്കാൻ പാടില്ല. അത് എങ്ങനെയെന്നും എന്ത് എന്നൊന്നുമില്ല, മധ്യവർത്തിയുടെ പരിപാടിയല്ല. അള്ളയാണ് നമ്മുടെ ഏറ്റവും അടുത്ത്. നേരത്തെ ആയത്തുകൾ പലതവണ അടിച്ചു. അള്ള ഏറ്റവും അടുത്തവനാണ്, കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് എന്ന് ഹദീസിലുണ്ട്. അങ്ങനെയുള്ള അള്ളാഹാണെങ്കിൽ ചോദിക്കുക. പിന്നെ മറ്റൊന്ന് ഓതാറുണ്ടായിരുന്നാണ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹു പോരെ അടിമക്ക് എന്ന് എത്രയോ കാലം നിങ്ങൾ പാടി നടന്നിരുന്നു. അനവസരത്തിൽ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ വെമ്പൽ കൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പൊ എന്തേ നിങ്ങൾക്കത് പറയാനും മടി? അതുകൊണ്ട് തവസ്സുൽ അല്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കള് സ്വന്തം പിതാവിനോട് ഞങ്ങളെ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് പൊറുക്കല്ല തേടണം എന്ന് പറഞ്ഞത് എന്താണ്? തേട്ടമാണെന്ന് ഒരിക്കൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു, തൊലബാണെന്ന്. അപ്പൊ ഈ തൊലബി എന്ന് പറഞ്ഞ അർത്ഥം എന്ത്? തവസ്സുൽ എന്നതിന്റെ അർത്ഥം എന്ത്? അതൊന്നും ജനങ്ങൾക്ക് പറഞ്ഞെടുത്ത് അവർക്ക് മനസ്സിലാവില്ല. നിങ്ങൾ അതെങ്കിലും ഒന്ന് പറയും. നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്താക്കാം? നിങ്ങൾ ഇത് ഇങ്ങനെ കോട്ടിമാറ്റി ജനങ്ങളങ്ങ് വഴിത്തിരിച്ചു വിടാനുള്ള ശ്രമമാണ്, നമുക്കറിയാം. അത് നിങ്ങളുടെ സാധാ സ്വഭാവമാണല്ലോ. വിഷയങ്ങളൊക്കെ ഒന്നാൽ അട്ടിമറിച്ച് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി പറയാന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തവസ്സുൽ അല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താണത് എന്ന് പറയാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് ബാവാമിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഏട്ടിക്കലും ചിലപ്പോൾ തിന്നു. അങ്ങനെ ഒരു രണ്ടാളും ഒന്നിച്ച് വരുള്ളൂ. ഒരു രണ്ടാളും ഒരു സമയത്ത് കയറിയിട്ടില്ല. ഇന്ന് നേരത്തെ വന്നിരുന്നവൻ, പക്ഷെ ബാവാമേറെ കാണാത്തോണ്ട് പോയിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് നേരത്തെ നിങ്ങൾ തവസ്സുൽ അല്ലാതെ പറഞ്ഞു. പിന്നെ എന്താണത് ഒന്ന് പറഞ്ഞാട്ടെ. ബാക്കി പിന്നെ നമുക്ക് മറ്റു ചർച്ച ഗുഹാവാസികളുടെ കഥയൊക്കെ പിന്നെ പറയാം. ഓക്കെ. ഞാൻ പറയുന്നത്, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ തവസ്സുലാക്കുന്നുണ്ട്. ആ തവസ്സുലല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മധ്യവർത്തിയല്ല എന്നല്ല, തീരെ മധ്യവർത്തിയല്ല എന്നല്ല. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് തവസ്സുലാക്കുന്നുണ്ട്. പിന്നെ ആളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് അത് തവസ്സുലാണ്. അതുപോലെ തന്നെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ എനിക്ക് പുറത്തു തരണേ,
അപ്പൊ പ്രാർത്ഥനയിലാണ് തവസ്സുലാക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ തന്നെ തവസ്സുലാക്കാണ്. അതായത് ഇത് പ്രാർത്ഥന സംഭവിക്കുന്നില്ല, ഇത് വേറൊരാളോട് നിങ്ങൾ ചെയ്യണേ, ഇത് തൗക്കീലാക്കാണ്. ശരിക്കും തൗക്കീൽ എന്നാ പറയുന്നത്, തവസ്സുൽ എന്നല്ല. തൗക്കീൽ ഏൽപ്പിക്കുക, നിന്ന ആളെ ഏൽപ്പിക്കുക. യാ അബാന അസ്തഗ്ഫിർ ലനാ ദുനൂബ. അപ്പൊ ഈ തൗക്കീലാക്കുന്ന ആള് അതൊരു ഇടയിലൊരു ആളെ നിർത്തലല്ലേ? ശ്രോതാക്കൾക്ക് നിങ്ങൾ ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിങ്ങളുടെ കാര്യം നേടാൻ മറ്റൊരാളെ റെക്കമെൻഡ് അല്ലെങ്കിൽ ഇടയാളൻ ആക്കലല്ലേ അത്? ശ്രോതാക്കളുടെ അറിവനുസരിച്ച് എങ്ങനെയാണുള്ളത്? നിങ്ങൾക്കൊരു കാര്യം നേടിയെടുക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നത് അതൊരു ഇടയാളനെ വെക്കലല്ലേ? ആണോ അല്ലേ? നിങ്ങളുടെ അർത്ഥം നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ആണ്, അതെ, ഇടയാള. അപ്പോ ഇത്രയും കാലം പറഞ്ഞെന്തായിരുന്നു? അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക, അല്ലാതെ വേറെ ആരോടും പാടില്ല എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അത് മാറ്റിയെങ്കിൽ മാറ്റി പറഞ്ഞോളൂ. ഞങ്ങളിപ്പോൾ പുതിയ തീരുമാനമാണ് ഞങ്ങളുടെ എന്ത് സക്കീറ സലാഹി ഫത്വ നൽകിയത് കൊണ്ട് ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട്, മഹാന്മാരോട് തീർക്കാൻ പറയാൻ അങ്ങനെ ഒരു തൗസിലാണെന്നും ഇപ്പോൾ നിങ്ങൾ അംഗീകരിച്ചു. അത് പക്ഷെ എന്തുപോലെ ഗസലല്ല, നമ്മൾ ദ്വാക്കുന്നത് പോലെ മഹാന്മാരുടെ ജായ കൊണ്ട് ഹക്ക് കൊണ്ട് മറ്റിത് കൊണ്ട് മറിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, ഹത്ത് കൊണ്ട് ജായ കൊണ്ടെന്നുള്ള അതല്ല, വേറെ തൗസിൽ തന്നെയാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞ എന്താണ്? തൗസിൽ അല്ല അറിഞ്ഞു, അല്ല അതൊരു തൗസിൽ തന്നെയാണെന്ന് സമ്മതിച്ചു. അപ്പൊ അത് പറ്റുമോ? അത് എന്ന് മുതലാ പറ്റാൻ തുടങ്ങിയത്? അതും കൂടി ഒന്ന് പറഞ്ഞാളേ. ഉസ്താദെ, ഞാൻ പറഞ്ഞ തവസ്സുൽ തൗക്കീല് ഏൽപ്പിക്കുക, നിങ്ങളെ കാര്യം വേറൊരാളെ ഏൽപ്പിക്കുക, അത് തവസ്സുലല്ല, അത് തൗക്കീലാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ സ്ഥിരീകരിച്ച് തൗക്കീലാണെന്നാണ്, ഏൽപ്പിക്കലാണ്. പിന്നെ നിങ്ങള് പിന്നെ അപ്പൊ ഏൽപ്പിക്കാൻ പറ്റൂലേ? അപ്പൊ ഏൽപ്പിക്കണ കാര്യം പറ്റും. അപ്പൊ അള്ളാഹിനോട് നേരിട്ട് പറയേണ്ട കാര്യം മറ്റുള്ള ഏൽപ്പിക്കാൻ പറ്റുമെന്ന് അർത്ഥം അല്ലേ? അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ? ഞാൻ എടുത്തവനാണ്, ഇനി ഖരീബ് എന്ന് ഖുർആൻ പറയുന്നു, ഹദീസിലും പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കണ്ടനാടിയേക്കാൾ അടുത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിന് ഇടാളിനെ ആക്കുന്നു എന്ന് ചോദിച്ചിരുന്ന അബ്ദുള്ള ഇപ്പൊ പറയുന്നു തൗക്കീലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമ്മ ബാവമീർക്ക് എന്തോന്നും അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാവമീർ മിക്കെടുത്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് അബ്ദുള്ളക്ക് എടുക്കാം. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين بعده. ബഹുമാനപ്പെട്ട സക്കി ഉസ്താദ് തന്നെ ചർച്ച നയിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ അബ്ദുള്ള വടക്കാങ്കരയൊക്കെ നന്നായി ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ചോദ്യം ചോദിക്കുക എന്നല്ലാതെ ചർച്ച പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം വന്നിട്ടുണ്ട്. എന്നാൽ അബ്ദുള്ള വടക്കാങ്കര ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. എന്ത്? അത് തൗക്കീലാണ്, മറ്റത് തവസ്സുലാണ് എന്നൊക്കെ. എനിക്ക് ചെറിയൊരു സംശയം ഉസ്താദേ. അതായത് നേരത്തെ ഇവിടെ ഒരു ചെറിയ പറഞ്ഞിരുന്നു, സാധാരണ വഹാബികൾ ഇക്കണ്ട കാലഘട്ടം അത്രയും നമ്മൾ അള്ളാഹുവുമായി, വിശ്വാസികളായ ആളുകൾ അള്ളാഹുവുമായി അടുത്തവരെ സമീപിച്ച് അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതിനാണ് തവസ്സുല്, അതാണ് ഇസ്തിഗാസയും ഒക്കെ. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും. അതിനൊന്നും ആവശ്യമില്ല. വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബുൻ. അനങ്ങിയ പറയുന്ന വഹാബികൾക്ക് ഓതാറുള്ള, ആകെ വഹാബികൾക്ക് ഓതാൻ അറിയാവുന്ന ഒരു ആയത്താണ് വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബുൻ. ഞാൻ അദ്ദാൾക്ക് അങ്ങനെയുള്ള ഒരു ചെറിയൊരു ചോദ്യം, നമ്മള് പിന്നെ ഒരു ഈ ചർച്ചയുടെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പറഞ്ഞു യാ അബാന അസ്തഗ്ഫിർ ലനാ, ഞങ്ങളുടെ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണമേ. നിങ്ങളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞത് യാ അബാന അസ്തഗ്ഫിർ ലനാ, നിങ്ങൾ പറയാൻ ഒരുങ്ങിയിരുന്നു. അപ്പൊ എന്തിനാണ് ബാപ്പയോട് പൊറുക്കലിനെ തേടാൻ വേണ്ടി, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ വേണ്ടിയിട്ട് ബാപ്പയെ സമീപിക്കുന്നത് എന്തിനാ? അള്ളാഹുവിനോട്, അള്ളാഹുവാണ് പുറത്തു കൊടുക്കേണ്ടതല്ലേ, ഒഫാർ റബ്ബാണല്ലോ. അള്ളാഹുവിനല്ലാതെ പുറത്തു കൊടുക്കാൻ ആർക്കും അധികാരമില്ല. പുറത്തു കൊടുക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. അപ്പൊ അള്ളാഹു പുറത്തു കൊടുക്കാൻ എന്തിനാ ബാപ്പയോട് പറയുന്നത്?
വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ, എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ പറയുക ഞാൻ ഏറ്റവും അടുത്തവനാണ്, ഞാൻ അടിമയുമായി ഏറ്റവും അടുത്തവനാണ്. അപ്പൊ ഏറ്റവും അടുത്തവനാണ് എന്ന് വഹാബികൾ അർത്ഥം പറഞ്ഞിരുന്ന അള്ളാഹുവിനെ സമീപിക്കാൻ വേണ്ടി എന്തിനാണ് അടിമ, വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ അല്ലെങ്കിൽ പിന്നെ ആരുമാകട്ടെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം ചോദിക്കുന്നതിന് എന്തിനാണ് ഒരാളെ, നിങ്ങളുടെ ഭാഷയിൽ തൗക്കീലെങ്കിൽ തൗക്കീല്, തവസ്സുലെങ്കിൽ തവസ്സുല്, ഇനി വേറെ വല്ല പേരും നിങ്ങൾ അതിന് പറഞ്ഞാൽ അതിനും കുഴപ്പമില്ല. ഇനി ഇണ്ടുറങ്ങാന്ന് പറഞ്ഞേ നിങ്ങൾ, അത് ഇണ്ടുറങ്ങയാണെന്ന് പറഞ്ഞാൽ ഇണ്ടുറങ്ങ എന്താണെങ്കിലും എന്താണ് അതിന്റെ ആവശ്യം എന്നാ ഞാൻ ചോദിക്കുന്നത്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ എന്ന് അള്ളാഹു പറഞ്ഞ, അള്ളാഹു രാജാവായ റബ്ബിനെ, ഉടമയായ റബ്ബിനെ അടിമക്ക് സമീപിക്കാൻ എന്തിനാണ് ഒരു ബാപ്പ, എന്തിനാണ് ഒരു ഉമ്മ, എന്തിനാണ് ഒരു തൗക്കീല്, എന്തിനാണ് ഒരു ഇണ്ടുറങ്ങ എന്നാ ഞാൻ ചോദിക്കുന്നത്. അതിന് അബ്ദുള്ള അടക്കങ്ങൾ ഒന്നും മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. സുഹൃത്തുക്കളെ, ഇതിപ്പോ തർക്കമുള്ള കാര്യമാണോ? എന്തിനാണിപ്പോ നിങ്ങൾ വലിച്ചിടുന്നത്? നിങ്ങൾ വലിച്ചിടുന്നത് ഇപ്പൊ അള്ളാഹുവിന്റെ ആയത്തിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട്. അള്ളാഹു പറഞ്ഞു എന്നോട് ചോദിച്ചോളി എന്ന് പറഞ്ഞ അതിന് വിപരീതം പ്രവർത്തിക്കണം. അതിന് എന്തെങ്കിലും പറഞ്ഞിട്ട് സ്ഥിരപ്പെടുത്തണം, അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ട് സ്ഥിരപ്പെടുത്തണം, ആയത്ത് ദുർബലപ്പെടുത്തണം എന്നാണ് നിങ്ങളുടെ ഉദ്ദേശം അല്ലെ? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബ് ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. ഇത് എവിടെ പറഞ്ഞത്? ഇത് പിന്നെ റമദാനിലെ സിയാമിൽ നോമ്പിന്റെ ആയത്തുകൾക്കിടയിലാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാം പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞത്. അത് നിങ്ങളൊന്ന് എന്തെങ്കിലും പിന്നെ വാദിച്ചത് കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ അത് ദുർബലപ്പെടാൻ പോകുന്നില്ല. അള്ളാഹു അടുത്ത് തന്നെയാണ്. നിങ്ങളെ പിന്നെ അള്ളാഹു അടുത്ത് തന്നെയാണ്, ഞാൻ ദാത്ത് കൊണ്ട് അടുത്തുനിന്നല്ല. അത് വേറെ ചർച്ച. ഇനിയിപ്പോ നമുക്ക് ആ ചർച്ച വേണമെങ്കിൽ അതും ആക്കാം. അള്ളാഹു എവിടെയാണ്? അബ്ദുള്ള, ഇപ്പൊ അതൊന്നല്ലല്ലോ വിഷയം ചോദിച്ചതിൽ നിന്ന് എങ്ങനെ വല്ല വഴുതി മാറാനുള്ള ശ്രമമാണ്. അതൊന്നും കൂടെ ചോദിച്ചിട്ടില്ല. നിങ്ങളിപ്പോ പറഞ്ഞിപ്പോ ഖുർആനിലെ വൈദാ സഅലക ഇബാദി അന്നി എന്നുള്ളത്, അത് ഞാൻ ഇപ്പൊ തരാം. ഇബാദി അന്നി എന്നുള്ളവർക്ക് നിങ്ങളിപ്പോ പറഞ്ഞു എന്ത്, അത് റമദാനെ കുറിച്ച് പറഞ്ഞ അപ്പുറത്താണ്. അപ്പൊ ഇന്നകലാത്ത എന്താണ് മറ്റേതല്ലേ, ഏതാണ് ആയത്തുണ്ടല്ലോ സാധാരണ ഒന്നിനാ ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നത് എവിടെ പറഞ്ഞതാണ്? അതിന് മുമ്പും ശേഷങ്ങൾ ഓതാറുണ്ടോ? ഒന്നും കൂടി ഒന്ന് പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാവം പറഞ്ഞ വൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും. അബ്ദുള്ള മൈക്കിലേക്ക് വരണം. അബ്ദുള്ള സാഹിബ് മൈക്കിലേക്ക് വരണം. അബ്ദുള്ള മൗലവി മൈക്കിലേക്ക് വരണം. കാരണം ഞങ്ങൾക്ക് ആയത്ത് ദുർബലപ്പെടുത്തൽ ഞങ്ങളെ പണിയല്ല. ഇവിടെ ബൈലക്സ് ക്ലാസ് റൂമിൽ വന്നിട്ട് തന്നെ ഒരു മുഴുത്ത മുജാഹിദ് മൗലവി പറഞ്ഞതാണ് ആയത്ത് ഓതിയപ്പോ അത് ദഈഫാണ് മുസ്ലിയാരെ എന്ന് എന്നോട് പറഞ്ഞതാ.